അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ലിസാനുൽ ഖുർആൻ ക്ലാസ് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ്. 3 ക്ലാസ്സുകൾ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എണ്ണത്തെക്കുറിച്ചും മാസങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു. മുഹറം മുതൽ ദുൽഹിജ്ജ വരെ അവസാനിക്കുന്ന മാസങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ എണ്ണങ്ങൾ പഠിച്ചു. ഏകദേശം ഒരു 20 വരെ. ഒന്നും കൂടി ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് 20ൻ്റെ മുകളിലേക്കും എണ്ണാൻ കഴിയുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ചില പ്രയോഗങ്ങളാണ്, വെർബുകളെ കുറിച്ചാണ്. എങ്ങനെ നമ്മൾ ഒരു ആൾ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഞാൻ എഴുതി, അല്ലെങ്കിൽ അവൻ എഴുതി, നിങ്ങൾ എഴുതി, ഈ രൂപത്തിലൊക്കെ നമ്മൾ പറയുന്ന ചില ക്രിയകളുണ്ട്. വെർബ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് നമ്മൾ എങ്ങനെ ആളുകൾക്കനുസരിച്ച് പ്രയോഗിക്കാം എന്നുള്ള വളരെ ശ്രദ്ധിക്കേണ്ട ക്ലാസ്സാണ്. സാധാരണ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുന്ന സമയത്ത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഇംഗ്ലീഷൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് സാധാരണ ഒറ്റ പ്രയോഗം നമുക്ക് പറഞ്ഞാൽ മതി. അതായത് എഴുതിയെന്ന്, അവൻ എഴുതിയാണെങ്കിൽ നീ എഴുതിയാൽ ഞാൻ എഴുതിയൊക്കെ റൈറ്റ് എന്ന് പറഞ്ഞാൽ മതി, അല്ലേ? നമുക്ക് അത്ര പറയേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അറബിയിലാകുന്ന സമയത്ത് ആളുകൾക്കനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ക്ലാസ് നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കി. ചിത്രത്തിൽ ഓരോ പ്രവൃത്തികൾ, ഓരോ അല്ലെ, ഉമ്മ ഉണ്ട്, ഉപ്പുണ്ട്, മക്കളുണ്ട്. അവരൊക്കെ വീട്ടിൽ എന്തൊക്കെയോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില പ്രവർത്തികളാണ് നമുക്കിവിടെ പറയാനുള്ളത്. കാരണം ചെയ്യുന്ന പ്രവർത്തികൾ കാണുന്നല്ലോ. ഉമ്മ ഇങ്ങനെ അടിച്ചു വരികയാണ്, അല്ലേ? ഉമ്മ ഇങ്ങനെ അടിച്ചു വരുന്ന ചിത്രം കാണാം. ഒരു മകൻ ഇങ്ങനെ ഒരു കസാല, ടേബിൾ ഇങ്ങനെ കൊണ്ടിടുന്ന ചിത്രം കാണാം. ഒരു മകനോട് പുല്ല് പറിക്കുന്ന ചിത്രം കാണാം. ഒരാളിവിടെ വൃത്തിയാക്കുന്ന ചിത്രം കാണാം. ഉമ്മ ഇങ്ങനെ അങ്ങാടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വരുന്ന ചിത്രം കാണാം. അപ്പോൾ പ്രവർത്തികളാണെന്നൊക്കെ. ഈ പ്രവർത്തികൾ നമ്മൾ എങ്ങനെയാണ് അറബിയിൽ പറയാമെന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് വ്യത്യസ്തമായ സംഗതിയാണ്. ഒരു സെൻറ്റൻസ് നമുക്ക് ആദ്യം പ്രയോഗിച്ചു നോക്കാം. പാഠത്തിൻ്റെ അർത്ഥം നോക്കി ആദ്യം. ഹും നല്ലഫുൽ ബൈത്ത. ഹും നല്ലഫു അൽ ബൈത്ത. ഹും പറഞ്ഞാൽ അവർ എന്നാണ്. ഹും എന്ന് പറഞ്ഞാൽ അവർ. നല്ലഫു അവർ വൃത്തിയാക്കി. അപ്പം നല്ലഫ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക. തൻലീഫ് നമുക്ക് വൃത്തിയാക്കൽ. ഒരാൾ ഇത് വൃത്തിയാക്കുന്നതിന് തൻലീഫ്, അല്ലേ? തൻലീഫുൽ ബൈത്ത്, വീട് വൃത്തിയാക്കൽ. അപ്പോൾ വൃത്തിയാക്കൽ എന്ന് അറബിയിൽ പറയുന്ന പേര് തൻലീഫ് എന്നാണ്. തൻലീഫ്. അവർ വൃത്തിയാക്കി. അപ്പോൾ അവർ കുറേ ആൾക്കാർ, ഹും പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ടല്ലോ. ഹും എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഹുവ ഹുമാഹും മുമ്പ് പഠിച്ച കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടാവും. ഹും പറഞ്ഞാൽ കുറേ ആളുകൾ ഉണ്ടാകുമ്പോഴാണ് അവർ എന്ന് പറയാം, ഹും. അപ്പോൾ അവരാകുമ്പോൾ അവർ കുറേ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ അറബി പറയാം നല്ലഫു. നമ്മൾ പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഹെഡിങ് എന്ന് പറയുന്നു മാത്രം. നല്ലഫു, അവർ വൃത്തിയാക്കി എന്നാണ് അർത്ഥം. ഹും നല്ലഫു പറഞ്ഞാൽ വൃത്തിയാക്കി. അൽ ബൈത്താറ, ബൈത്തറ എല്ലാവർക്കും അറിയാം, ഹൗസ്, അല്ലേ? നമ്മളെ വീടുകൾക്കാണ് ബൈത്ത് എന്ന് പറയും. അപ്പോൾ വീട് വൃത്തിയാക്കുന്ന ഹെഡിങ്ങിൻ്റെ പേര്. നമുക്ക് സെൻറ്റൻസ് അർത്ഥം വെച്ച് നോക്കാം. ശ്രദ്ധിക്കണേ, നന്നായി ശ്രദ്ധിക്കണം. ഫീ യൗമി ഉഅ്തുലത്തിൻ അസമ അഅ്ലാഉൽ ഉസ്റതി അൻ യുനല്ലിഫു അൽ ബൈത വഹൗലഹു. അതാണ് ഒന്നാമത്തെ സെൻറ്റൻസ്. എന്താണ് അർത്ഥം? ഫീ യൗമി ഉഅ്തുല. ഉഅ്തുല പറഞ്ഞാൽ ഒഴിവ് ദിവസം എന്നാണ്, അല്ലേ? നമ്മൾ ലീവ്, അല്ലേ? നമുക്ക് ലീവ് ഉണ്ടാകുന്ന ദിവസം ഉണ്ടാവും. അപ്പം ലീവ് ദിവസത്തിൽ, ഒഴിവ് ദിവസത്തിൽ, ലീവ് അല്ലെങ്കിൽ ഒഴിവ് എന്ന് മലയാളത്തിൽ എഴുതി തരാം, നോക്കി ഉണ്ടോ? ഒഴിവ്. ഒരു ഒഴിവ് ദിനത്തിൽ അസമ എന്ന് പറഞ്ഞാൽ എന്താ? തീരുമാനിച്ചു. എന്തിന്? ഡിസൈഡ് എന്നൊക്കെ പറയാം. തീരുമാനിച്ചു. അഅ്ലാഉൽ ഉസ്റത്തി, കുടുംബത്തിലെ ആളുകൾ. അഅ്ലാ മെമ്പേഴ്സ്, ആളുകൾ, അംഗങ്ങൾ എന്നാണ് അർത്ഥം. അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി. ഉസ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഉസ്റത്ത് എന്ന് പറഞ്ഞാൽ കുടുംബം എന്നാണ്. കുടുംബം, ഫാമിലി കേട്ടോ. അപ്പോൾ കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും കൂടി തീരുമാനിക്കുകയാണ്. എന്താ തീരുമാനിക്കണേ? ഐ യുനല്ലിഫു അൽ ബൈത്ത, വീട് ക്ലീൻ ചെയ്യാൻ. ഐ യുനല്ലിഫു പറഞ്ഞാൽ ക്ലീൻ ആക്കുക, വൃത്തിയാക്കാൻ. അൽ ബൈത്ത വീട്, വഹൗലഹു വീടിൻ്റെ ചുറ്റുപാടും. ഹൗല ചുറ്റുപാട് കേട്ടോ. അപ്പോൾ വീടിൻ്റെ ചുറ്റുപാടവും ഈ ഒഴിവ് ദിവസത്തിൽ വൃത്തിയാക്കാൻ കുടുംബത്തിൽ എല്ലാവരും കൂടിയാണ് തീരുമാനിച്ചു. അപ്പോൾ നമ്മളിവിടെ കളർ കൊടുത്ത് ശ്രദ്ധിക്കണം കേട്ടോ. ആ കളർ എടുത്തത് ആദ്യം ഞാൻ ലാസ്റ്റ് പറയാം. ആദ്യം കളർ കൊടുത്ത സ്ഥലങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഒന്ന് അസമയാണ് കളർ കൊടുത്തത്. രണ്ടാമത് നമ്മൾ പറയാണ് വ ബദഉ. എന്താ അർത്ഥം? അവർ തുടങ്ങി ഉണ്ടോ? വട്ടട്ടൊക്കെ കളർ കൊടുത്താണ്. ബദഉ, അവർ തുടങ്ങി. അപ്പോൾ അവർ എന്നാണ് അർത്ഥം എന്ന് മനസ്സിലായി.
തൻലീഫ പറഞ്ഞാൽ ക്ലീൻ ആക്കാൻ തുടങ്ങി, വൃത്തി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, തൻലീഫിനെ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ ക്ലീൻ ആക്കാൻ തുടങ്ങി. അങ്ങനെ ഫ അപ്പോൾ ഗസല, ഫാണ അപ്പോൾ ഗസല ആര് കഴുകി. ഗസല പറഞ്ഞാൽ വൃത്തിയാക്കി, കഴുകി. ആര്? അൽ അഖുൽ കബീർ, വീട്ടിലെ വലിയ സഹോദരൻ. നമ്മൾ ചിത്രത്തിൽ ഒരാളെ കാണില്ലേ അല്ലേ, ചിത്രത്തിൽ ഇങ്ങനെ വലിയൊരാളെ കാണണ്ടല്ലോ അല്ലേ, ഓനാണ് പാരി അഹുൽ കബീർ, ഓനാണ് കേട്ടോ. അപ്പൊ അവൻ വൃത്തിയാക്കിയതാണ്. വസല അഹുൽ കബീർ, വലിയ സഹോദരൻ. അപ്പൊ അഹ് എന്ന് പറഞ്ഞാൽ സഹോദരൻ, അഹ് എന്ന് പറഞ്ഞാൽ സഹോദരൻ, അഹ് എന്ന് പറഞ്ഞാൽ സഹോദരൻ. അപ്പൊ വലിയ സഹോദരനാണെങ്കിൽ കബീർ, കബീറാണ് വലുത്, സഗീറാണ് ചെറുത് എന്നാണ്. വലിയ സഹോദരൻ വൃത്തിയാക്കി. അസാസൽ ബൈത്തി, അസാസ് എന്ന് പറഞ്ഞാൽ അസാസ് എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ എന്നൊക്കെ അറിയില്ല നമ്മൾ. അസാസ് പറഞ്ഞാൽ ഫർണിച്ചർ, വീട്ടിലെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫർണിച്ചർ, ടേബിള്, കസാല അല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആരാ വൃത്തിയാക്കുന്നത്? അത് വലിയ സഹോദരനാണ്. വൽ അഖവാനി സ്വഗീറാനി, വൽ അഖവാനി സ്വഗീറാനി, ചെറിയ രണ്ട് സഹോദരൻ. അപ്പോൾ രണ്ടാൾക്കാർ അപ്പുറത്തുണ്ടല്ലോ, ചിത്രം നോക്കി അല്ലേ, രണ്ടാൾക്കാർ ഒരാൾ പുല്ല് പറിക്കുന്നുണ്ട് അല്ലേ, ഒരാൾ ഇപ്പുറത്ത് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാളുകളുണ്ട്. അപ്പോൾ രണ്ടാളുകൾക്ക് അറബിയിൽ അഹവാനി എന്നാണ് പറയാം. അഹവാനി, അഹ് എന്ന് പറഞ്ഞാൽ സഹോദരനാണ്, രണ്ടാൾക്ക് അഹവാനി എന്നാണ് പറയാം കേട്ടോ. അപ്പോൾ രണ്ടാളുകളുള്ളത് കൊണ്ട് അഹവാനി സ്വഗീറാനി, രണ്ട് സഹോദരന്മാർ. ഹുമാ, അവർ രണ്ടുപേരും കനസാ, കനസാ. ഇപ്പം നേരത്തെ പറഞ്ഞ് നമുക്ക് വട്ടട്ടു, ബദഊ എന്നതിന് വട്ടട്ടു. ഇനി വസലിക്ക് വട്ടട്ടോ ഇല്ല, വസല എന്ന് പറഞ്ഞാൽ ചുവപ്പ് കളറിൽ കൊടുത്തത് കൊണ്ട് അതിന് വട്ടട്ടു. കനസ, അവ രണ്ടുപേരും അടിച്ചു വാരിയതാണ്. കനസ എന്ന് പറഞ്ഞാൽ അടിച്ചു വാരി. എവിടെ? ഫിനാ അൽ ബൈത്ത് എന്ന മുറ്റം. ഫിനാഗ് എന്ന് പറഞ്ഞാൽ മുറ്റാണ്. മുറ്റത്തിന് അറബിയിൽ ഫിനാഗ് എന്ന് പറയാം, മുറ്റം. അപ്പോൾ വീട്, മുറ്റം എല്ലാം ഇവ രണ്ടുപേരുമാണ് അടിച്ചു വരുന്നത്. വനല്ലഫാഹു, അവ രണ്ടുപേരും തന്നെ എന്താക്കുന്നുണ്ട്? മുറ്റടിച്ചു വരി നല്ലായി വൃത്തിയാക്കുന്നു, ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പം നല്ലഫാ, രണ്ടുപേരും ആ മുറ്റം, വീട് ക്ലീൻ ആക്കും. ഇനി രണ്ട് സഹോദരിമാരും കൂടി ഉണ്ട് വീട്ടിൽ. ഓൽക്ക് എന്താ പണി? വൽ ഉഖ്താനി, രണ്ട് സഹോദരിമാർ. അപ്പോൾ നേരത്തെ നമ്മൾ അഹവാനി എന്നാണ് പറഞ്ഞില്ലേ, അഹവാനി എന്ന് പറഞ്ഞപ്പോൾ സഹോദരന്മാരെ, രണ്ട് സഹോദരന്മാരാണ്. അപ്പോൾ അഹ് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ എന്താ? അഹ് എന്ന് പറഞ്ഞ സഹോദരനാണ്. അപ്പോൾ സഹോദരിക്ക് എന്താ പറയുക മനസ്സിലായി? ഉഖ്ത് എന്നാ പറയാം, ഒരു താവ് കൊടുക്കണം. അഹ് സഹോദരനാണെങ്കിൽ ഉഖ്താണ് സഹോദരി, അപ്പോൾ പെണ്ണാവും. അപ്പോൾ രണ്ട് സഹോദരിമാരാണെങ്കിലോ ഞാൻ അഹവാനല്ല പറയാം, ഉഖ്താനി എന്ന് പറയാം. ഉഖ്ത്ക്ക് ഒരു അലിഫും നൂനും കൊടുത്താൽ ഉഖ്താനിയായി. അപ്പോൾ രണ്ട് സഹോദരിമാർ എന്നായി, രണ്ടാൾക്കാർ സഹോദരിമാർ. ഓക്കെ. അപ്പോൾ നേരത്തെ അഹ് എന്നുള്ളൊരു സഹോദരനായിരുന്നു, അഹവാനി രണ്ട് സഹോദരന്മാരാണ്, ഒരു സഹോദരിയാണ് ഉഖ്ത് എന്നാണ് പറയാ. ഉഖ്താനി എന്നുള്ളതിന് രണ്ട് സഹോദരിമാരാണ് കേട്ടോ. വൽ ഉഖ്താനി ഹുമ, അവർ രണ്ടുപേരും കനസത്ത, ഓ രണ്ടുപേരും അടിച്ചു വാരുന്നുണ്ട്. ഓരും അടിച്ചു വരുന്ന പണിയെടുക്കും. സാധാരണ അടിച്ചു വാരൽ പെണ്ണുങ്ങളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അവരും അടിച്ചു വരുന്നുണ്ട്. കനസത്ത ചുവപ്പ് കളറിലിട്ടാണ്, അതുകൊണ്ട് നമ്മൾ വട്ടട്ടു. വാ ഗസലത്ത, അവർ രണ്ടുപേരും കഴുകുന്നുണ്ട്, ക്ലീൻ ആക്കുന്നുണ്ട്. എന്ത്? ഖുറഫൽ ബൈത്ത്, വീട്ടിലെ റൂമുകളൊക്കെ, വീട്ടിലെ റൂമൊക്കെ കഴുകി നന്നായി അടിച്ചു വാരി അല്ലേ, എല്ലാം ക്ലീൻ ആക്കുന്ന പരിപാടി ഓര് എടുക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ഉറഫ് എന്ന് പറഞ്ഞാൽ റൂമാണ് കേട്ടോ. ഉറഫ് എന്ന് പറഞ്ഞാൽ റൂമുകൾ, വീട്ടിലെ റൂമുകൾ അവർ ക്ലീൻ ആക്കുന്നുണ്ട്. എന്നിട്ട് ദഹബൽ വാലിദ്, ഉപ്പൻ്റെ പരിപാടിയാണ്. ഉപ്പ പുറത്തേക്ക് പോയി. ദഹബാറിന പോയി, ദഹബൽ വാലിദ്, അപ്പോൾ ഉപ്പ പോയി. ദഹബാറാന് പോയി എങ്ങോട്ടില്ല? സൂഖി, ഉപ്പ അങ്ങാടിയിലേക്ക് പോയി. മാർക്കറ്റാണ്, സൂഖിന് പറയാം. വജാബിൽ അറുസി, ഇപ്പം എന്ത് കൊണ്ടുവരുന്നുണ്ട്? പച്ചക്കറിയും അല്ലെ, അറുസറ അരി ഉണ്ടോ, വീട്ടിലേക്ക് വേണ്ട അരികളും ഖദറവാത്തണ പച്ചക്കറികളൊക്കെ ഉപ്പ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ജാ, ഇപ്പോൾ വരുന്നു കേട്ടോ, കൊണ്ടുവരുന്നു. ജാ, ഇപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉപ്പ കൊണ്ടുവരികയും ചെയ്യുന്നു. പിന്നെയോ വസ്വനാത്തിൽ വാലിദ്, ഉമ്മൻ്റെ പരിപാടി എന്താ? വസ്വനാത്തിൽ വാലിദത്തു, ഉമ്മ ഉണ്ടാക്കുകയാണ്. തൊഴാമ, കുട്ടികൾക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക. സ്വനാ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. അപ്പോൾ സ്വനാത്ത് കളർ കൊടുത്തിട്ടുണ്ട്, നമ്മൾ വട്ടിടുന്നു. സ്വനാത്ത്, ഉമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നു. അങ്ങനെ ബാദ തൻലീഫി, ഒക്കെ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം തവല്ലഊ, എല്ലാവരും കൂടി മുദു കൊടുത്തു. വസ്വല്ലൂ സ്വലാത്ത ലുഹരി, എന്നിട്ടുള്ള ലുഹർ നിസ്കരിച്ചു. അപ്പോൾ തവല്ലഫർ എല്ലാവരും കൂടി മുദു കൊടുത്തു. വസ്വല്ലൂ നിസ്കരിച്ചു. ഏത് നിസ്കാരം? ഉച്ച സമയമായതുകൊണ്ട് ലുഹർ നിസ്കരിച്ചു. പിന്നെ സുമ്മ ജലസു, പിന്നെ എല്ലാവരും ഒപ്പം ഇരുന്നു.
എന്നിട്ട് തനാവലു അത്വാമ അങ്ങോട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. ജലസാണ് ഇരിക്കുക, ജലസാന്ന് ചിലപ്പോൾ ജലസു അല്ലേ, ജലസു അവർ ഇരിക്കുന്നു, തനാവലു അവർ ഭക്ഷണം കഴിക്കുന്നു, ത്വാമനോ ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ബാദൽ അക്കിലി തീറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ദഹബത്തിൽ വാലിദത്തു ഉമ്മ പോയി. ഉമ്മ പെണ്ണായത് കൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ദഹബത്ത് എന്ന് പറഞ്ഞു, ദഹബത്തിൽ വാലിദത്തു ഉമ്മയും പോയി, വൽ ഉഖ്താൻ രണ്ട് സഹോദരിമാരും പോയി. എങ്ങോട്ട്? ഇലൽ മത്തുബഹി. മത്തുബഹ് എന്ന് പറഞ്ഞാൽ എന്താ? കിച്ചൺ കേട്ടോ, അടുക്കള. അടുക്കളക്കാണ് മത്തുബഹ് എന്ന് പറയും, അടുക്കള. നേരത്തെ തനാവൂല് പറഞ്ഞാൽ കഴിക്കുക കേട്ടോ, തനാവൂല് കഴിക്കുക. നമ്മൾ അക്കല എന്ന് പറയുന്നതിന് മറ്റൊരു പ്രയോഗമാണ് തനാവല കേട്ടോ. എന്നിട്ടോ വസല്ലൽ അവാനിയ ഭക്ഷണം കഴിച്ചാൽ പിന്നെ പെണ്ണുങ്ങളുടെ പരിപാടി എന്തുണ്ടാകുക? പുള്ള ഓരോടൊക്കെ ക്ലീൻ ആക്കല്ലേ. പാവം ഉമ്മമാരും പെങ്ങന്മാരൊക്കെയാണ് വീട്ടിലെല്ലാ പണിയെടുക്കുക. അങ്ങനെ ഒരു ആ പണിയൊക്കെ എടുത്ത് പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. അപ്പോൾ വസല്ല അവരെല്ലാവരും കൂടി കഴുകണം. അല്ല അവാനിയ എന്താ? അവാനിയ പാത്രങ്ങളാണ്, പാത്രങ്ങൾക്ക് അറബിയിൽ അവാനിയ എന്ന് പറയും. അപ്പോൾ ആ പാഠത്തിലെ പ്രധാനപ്പെട്ട വട്ടട്ട ഭാഗങ്ങളും ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ. നമ്മൾ അതാണ് നോക്കുന്നത് കേട്ടോ. ഒന്ന് അസമ നമ്മൾ പുറത്തേക്ക് എടുത്ത് എഴുതുന്നുണ്ട്. ബദ ഊ ഗസല അല്ലേ, ഗസല അസാസല്ല, അസാസിന് വട്ടല്ല കേട്ടോ. അസാസിന് നമ്മൾ നേരത്തെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി വട്ടിട്ടതാണ്. കനസ നല്ലഫ അല്ലേ, കനസത്ത വസലത്ത ദഹബ ജാഅ സ്വനഅത്ത് തവല്ലഉ സ്വല്ലു ജലസു തനാവലു ദഹബത്ത് ഫസൽന. ഇത് നമ്മൾ അടുത്ത പാഠത്തിൽ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഹയ്യാൻ അക്രവ് എന്ന് പറഞ്ഞ ഓരോ നമ്മൾ എടുത്ത് പറയുന്നുണ്ട് അല്ലേ. ആസമ നമ്മൾ തീരുമാനിച്ചു എന്നർത്ഥം വെച്ചു. വസല എന്ന് പറഞ്ഞത് നമ്മൾ കെഴുകി, ദഹബ പോയി, സ്വനഅത്ത് ഉണ്ടാക്കി, ജാഅ വന്നു, കനസ അടിച്ചുവാരി അല്ലേ, കനസത്ത അവർ രണ്ടുപേരും അടിച്ചുവാരി. നേരത്തെ കനസാണ് ആണുങ്ങൾ അടിച്ചു വരുന്നതിന്, വസലത്ത സ്ത്രീകൾ അടിച്ചുവാരി, രണ്ട് സ്ത്രീകളാണ് കഴുകിയത്. നല്ലഫ രണ്ട് പുരുഷന്മാർ വൃത്തിയാക്കി, സ്വല്ലു അല്ലേ എല്ലാവരും കൂടി നിസ്കരിച്ചു. നമ്മളിപ്പോൾ ഓരോന്നും അങ്ങനെ കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ അർത്ഥം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോന്നും കേട്ടോ. ആദ്യം നമ്മൾ ഫസ്റ്റത്തെ നോക്കുക. ഫസ്റ്റത്തിൽ നമ്മൾ അസമ വസല ദഹബ ഇതൊക്കെ ഓരോ ആളുകൾ ചെയ്തതാണ്. ഇത് നമുക്ക് രണ്ട് സ്റ്റെപ്പാക്കാം. ഈ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പാക്കാം കേട്ടോ, ശ്രദ്ധിക്കട്ടോ, നന്നായി ശ്രദ്ധിക്കണം. അസമ വസല ദഹബ ഇത് ഞാൻ ഒരു സ്റ്റെപ്പാക്കി. പിന്നെ സ്വനഅത്ത് അല്ലേ, ഈ ജാ നമുക്ക് ഈ കൂട്ടത്തിൽ ഇങ്ങനെ കൊണ്ടുപോകാം. അതിനിടയിൽ സ്വന ഏതായാലും ഇതൊക്കെ ഒരാൾ ചെയ്തതാണ്, ഒരാളാണ് ഒക്കെ ചെയ്യുന്നത്. ഒരാൾ ആണാണോ പെണ്ണാണോ എന്നാണ് നമുക്ക് ഇനി തീരുമാനിക്കേണ്ടത്. അസമ തീരുമാനിച്ചു എന്നാണ്, വസല കഴുകി അല്ലേ, ദഹബ പോയി, സ്വനഅത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാക്കി, ജാ ഇതൊക്കെ ഒരാൾ ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷേ ഇത് ആണാണോ പെണ്ണാണോ എന്ന് എങ്ങനെ മനസ്സിലാകുക? ഇതിവിടെ ചെയ്തതിൽ ഈ സ്വനഅത്ത് എന്നത് മാത്രമാണ് പെണ്ണ് ചെയ്തത്. ഒരു സ്ത്രീയാണ് അവിടെ ചെയ്തത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. കാരണം അവിടെ എന്ത് കൊടുത്തു? ഒരു താവ് കൊടുത്തു. നമ്മൾ മുമ്പ് ഏതൊരു ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചെറിയ രൂപത്തിൽ. അപ്പൊ എന്ത് മനസ്സിലാക്കാം? ഈ ഫിയലിന്റെ കൂടെ സുക്കൂനായ താവ് വന്നാൽ ഇത് പെണ്ണിന് പറയുന്ന ഒരു പെണ്ണാണ് കാര്യങ്ങൾ ചെയ്തെങ്കിൽ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു താവ് കൊടുക്കണം എന്ന് മനസ്സിലായി. ബാക്കിയുള്ളവർക്ക് ആണുങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ അസമ തീരുമാനിച്ചു. അപ്പൊ ഒരാണായ ആള് ചെയ്യുമ്പോഴാണ് അസമ എന്ന് പറയും. അപ്പൊ അസമ അഅ്ലാഉൽ ഉസ്റത്തി നമ്മൾ അത് ഒരു ആണായിട്ടാണ് പ്രയോഗിക്കുക അല്ലേ. ഫസ്റ്റ് തന്നെ അസമ അഅ്ലാഉൽ ഉസ്റത്തി എന്നല്ല, അംഗങ്ങൾ എന്നൊക്കെ നമ്മൾ ഒരാണായിട്ട് പ്രയോഗിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് നമ്മൾ താവ് കൊടുത്തില്ല. അടുത്തൊക്കെ വസല എന്നുള്ളതും ഇതേ രൂപത്തിൽ കഴുകി. ആരെ കഴുകി? നമ്മൾ പാഠത്തിൽ പറഞ്ഞത് വസല അഹുൽ കബീർ അല്ലേ. പാഠത്തിൽ അങ്ങനെ പറഞ്ഞു, വലിയ സഹോദരൻ കഴുകി എന്നല്ലേ പറഞ്ഞ്. സഹോദരൻ എന്ന ആണല്ലേ, അതുകൊണ്ട് നമ്മൾ താവ് കൊടുത്തിട്ടില്ല. ദഹബ പോയി. ആരെ പോയേ? ഉപ്പ പോയി അല്ലേ. ഉപ്പ അങ്ങാടിക്ക് പോയില്ലേ, അപ്പൊ ഉപ്പ എന്ന് പറഞ്ഞ ആണല്ലേ, അതുകൊണ്ട് താവ് കൊടുക്കൂല. ജാ എന്നുള്ളത് ആരെ വന്ന്? ഉപ്പ അങ്ങാടി പോയി വന്നു എന്നല്ലേ പറഞ്ഞ്, അതും ആണെന്നെ. അപ്പൊ അതുകൊണ്ട് അവിടെ ഒന്നും താവ് കൊടുക്കൂല. നേരെ സ്വനഅത്ത് നന്നായി ശ്രദ്ധിക്കുക. സ്വനഅത്തിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു താവ് കൊടുത്തിട്ടുണ്ട്. എന്തേ കാരണം? സ്വനഅത്തിൽ ഉമ്മു അല്ലേ, വാലിദത്തു ഉമ്മ എന്നാണ്. ആ ഉമ്മ പെണ്ണായതുകൊണ്ട് നമ്മൾ പറയുന്ന സമയത്ത് എന്ത് പറയണം? താവ് കൊടുക്കണം. അപ്പൊ ഒരാള് എന്ന പ്രയോഗത്തിൽ നമ്മൾ ആണാകുന്ന സമയത്ത് താവ് കൊടുക്കരുത്. ഏത് താവ്? സുക്കൂനായ താവ് കൊടുക്കരുത്. പെണ്ണാകുന്ന സമയത്ത് താവ് കൊടുക്കണം. അതാണ് വ്യത്യാസം. അപ്പൊ ഏത് നമുക്ക് അങ്ങനെ പറഞ്ഞു നോക്കാം. അക്കല ഭക്ഷണം കഴിച്ചു, ആര്? ആണ്.
അക്കലൽ വാലിദു അക്കലൽ അബു. നേരെ മറിച്ച് ഉമ്മ ഭക്ഷണം കഴിച്ചു എന്നാണെങ്കിലോ അക്കലത് അല്ലുമ്മു. ഉണ്ടോ വ്യത്യാസം? ഇതാണ് നമ്മൾ നന്നായി ബേസിക്കായി മനസ്സിലാക്കണം. ഒരാൾ ചെയ്തു നമുക്ക് പറയേണ്ടടുത്ത് ആണാകുന്ന സമയത്ത് താവ് കൊടുക്കരുത്. ഏത് താവ്? സുക്കൂനായ താവ് കൊടുക്കരുത്. പെണ്ണാകുന്ന സമയത്ത് സുക്കൂനായ താവ് കൊടുക്കണം. അതാണ് ഒന്നാമത്തെ നമ്മളെ ഈ വായിക്കാനുള്ള വിഷയത്തിൽ മനസ്സിലാക്കാനുള്ള കേട്ടോ. ഇനി രണ്ടാമത്തെ നമുക്ക് പറയാം. ഓക്കെ, മനസ്സിലായണല്ലോ? വായിക്കട്ടെ. ഇനി രണ്ടാമത്തേലേക്ക് പോവാം. രണ്ടാമത്തത് രണ്ടാളുകൾ ചെയ്തു എന്നുള്ള സാധനമാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് കനസ, രണ്ടാൾക്കാരാണ്. കനസത്ത ഒക്കെ രണ്ടാൾക്കാരാണ്. രണ്ടാൾക്കാർ വൃത്തിയാക്കി എന്നാണ്. വസലത്ത രണ്ടാൾക്കാർ കഴുകി എന്നാണ്. നല്ലഫ വൃത്തിയാക്കി. അല്ലെ സൊല്ലു, ഇത് കുറെ ആൾക്കാർ. ഇവിടെ ഒരു വ്യത്യാസമുള്ള സാധനം ഏതാ? സൊല്ലു എന്നുള്ള സാധനം കൂട്ടത്തിൽ കൊടുത്തത്. ശരിക്കും സൊല്ലു നമുക്ക് അടിയത്തേക്ക് കൊടുത്താൽ മതി. സൊല്ലു എന്നുള്ളത് അടിയത്തേക്ക് നമുക്ക് പറയാം. നമുക്ക് ഇതിലിപ്പോൾ പറയണ്ട, നമുക്ക് ഇതുവരെയുള്ളത് പറഞ്ഞാൽ മതി. എന്നാലും ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലാകുന്ന പ്രധാനം. ഇതില് ചില സാധനത്തിൽ നമുക്ക് എന്ത് കാണുന്നുണ്ട്? ഒരു താ കാണുന്നുണ്ട് അല്ലേ? താ, വസനത്താ. ബാക്കിയുള്ളതിനൊരു താ ഇല്ല. അതിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ട്രിക്ക് നമുക്ക് എടുക്കാം. എന്താണത്? താ ഇല്ലാത്തതാണെങ്കിൽ രണ്ടാൾക്കാർക്ക് ഇതൊക്കെ രണ്ടാൾക്കാരാണ്. ബേസിക് മനസ്സിലാക്കുക. ഇതൊക്കെ രണ്ടാൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. പക്ഷേ രണ്ടാളുകൾ ഇവിടെ ഉണ്ടാവും. രണ്ടാളുകൾ. ഈ രണ്ടാളുകൾ ആണാണോ പെണ്ണാണോ നമുക്ക് തീരുമാനിക്കണം. എപ്പോഴാണ് ആണിന് പറയാം, എപ്പോഴാണ് പെണ്ണിന് പറയാം. താ ഇല്ല എങ്കിൽ, അതായത് ഇവിടെ കനസത്താന്ന് നോക്കി നിങ്ങള് അല്ലേ? ഈ ഉദാഹരണം നോക്കി. ഇപ്പൊ നമ്മൾ രണ്ട് ഉദാഹരണം പറഞ്ഞു. കനസ അടിച്ചു വാരി. കനസ എന്ന് പറഞ്ഞാല് അടിച്ചു വാരി എന്നാണ്. സോറി കനസ എന്ന് പറഞ്ഞാല് രണ്ടാൾക്കാരെ അടിച്ചു വാരി. അപ്പൊ കനസ അല്ല അഹ്വാനി എന്ന് പറഞ്ഞില്ലേ അല്ലേ? അല്ല അഹ്വാനി സ്വഗീറാനി കനസ. അപ്പൊ രണ്ടാൾക്കാരെ അടിച്ചു വാരിയല്ലോ, രണ്ട് സഹോദരന്മാരെ അടിച്ചു വാരി. അപ്പൊ അതുകൊണ്ട് കനസ നമ്മൾ നീട്ടി. താവ് കൊടുത്തോ? ഇല്ല. നേരെ മറിച്ച് രണ്ട് സ്ത്രീകൾ അടിച്ചു വരി. അവിടെ രണ്ട് പെൺകുട്ടികളില്ലേ, ലുഹ്താനി. ഓനെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞേ? കനസ താ. കനസ താ. അവിടെ നമ്മൾ എന്ത് കൊടുത്തു? ഒരു താവ് കൊടുത്തു. ഒസല. ഒസല എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാൾക്കാർ കഴിക്കുന്നതിന് അല്ലേ? രണ്ട് ആൺകുട്ടികളും കൂടി കഴുകി. അവിടെ നമ്മൾ പറഞ്ഞിന് ഒസല എന്നാ പറഞ്ഞിന്. നേരെ മറിച്ച് പെണ്ണായപ്പോഴോ ഒസലത്താ. എന്താ വ്യത്യാസം ഇപ്പം മനസ്സിലായത്? വ്യത്യാസം എന്താ മനസ്സിലായി? ആണാകുന്നിടത്ത് താ എന്ന് പറയൂല, പെണ്ണുള്ളടത്ത് താ എന്ന് പറയണം. രണ്ടാൾക്കാരുള്ളടത്തോടെ വിഷയം നേരത്തെ നമ്മൾ ഒരാൾക്ക് പറഞ്ഞു. അപ്പോൾ നമുക്ക് രണ്ട് പുരുഷന്മാരതാവുമ്പോൾ അലിഫില്ലാതെ കനസ, താ ഇല്ലാതെ കനസ നീട്ടി കൊടുക്കുക. പെണ്ണാണ് സമയത്ത് കനസത്താ. ഗസല രണ്ടാൾക്കാരാകുമ്പോൾ ഗസല. രണ്ട് സ്ത്രീകളാവുമ്പോൾ ഗസലത്താ. ഇവിടെ രണ്ട് പുരുഷന്മാരായതുകൊണ്ട് നല്ലഫ. ഇനി രണ്ട് സ്ത്രീകളാണെങ്കിലോ നല്ലഫത്താ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നല്ലഫത്താ എന്ന് പറഞ്ഞാൽ മതി. ഇനി നമ്മൾക്ക് അക്കല പറഞ്ഞു നോക്കി. രണ്ടാൾക്കാർ ഭക്ഷണം കഴിച്ച എങ്ങനെ പറയാ? അക്കല. രണ്ട് സ്ത്രീകളെ ഭക്ഷണം കഴിച്ചെങ്കിലോ അക്കലത്താ. ഓക്കെ, പോയി ദഹബ. രണ്ടാൾക്കാർ പോയി എങ്ങനെ പറയാ? ദഹബ. രണ്ട് സ്ത്രീകളെ പോയതോ ദഹബത്താ. മനസ്സിലാവണ്ടോ? അപ്പൊ ഇത്ര മനസ്സിലാക്കാനുള്ളൂ. രണ്ടാളുകളുള്ളടത്ത് താവ് പുരുഷനാവുമ്പോൾ ഉണ്ടാവൂല, സ്ത്രീകളാവുമ്പോൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഒരാളും പഠിച്ചു, രണ്ടാമതും പഠിച്ചു. ഒന്നും കൂടി പറഞ്ഞു നോക്കണോ? ഒന്നും കൂടി പറഞ്ഞു നോക്കുക. ഒരു പുരുഷനാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ത്രീ ആകുന്ന സമയത്ത് നമ്മൾ എങ്ങനെ വ്യത്യാസം മനസ്സിലാക്കുക എന്നാണ് ആദ്യം നമ്മൾ പറഞ്ഞ്. ഒരു പുരുഷനാകുകയാണെങ്കിൽ അവിടെ താ സുക്കൂനായ താ ഇല്ലാതെ പറയും അല്ലേ? സുക്കൂനായ താ ഇല്ലാതെ പറയും. ഒരു സ്ത്രീ ആകുന്ന സമയത്ത് സുക്കൂനായ താ ഉണ്ടായിട്ട് പറയും. രണ്ട് പുരുഷനാകുന്ന സമയത്ത് താ ഫതഹായ താ ഇല്ലാതെ അലിഫ് മാത്രം നീട്ടി കൊടുക്കും. കനസ നേരത്തെ പറഞ്ഞ അസമ അസമാ, ഹൊസല ഹൊസല, ദഹബ ദഹബ, ജാ ജാ. അവർ അലിഫ് മാത്രം നീട്ടി കൊടുത്താൽ മതി. അതവിടെ മനസ്സിലാക്കേണ്ടേ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ അസമ ഉണ്ടല്ലോ, ഫസ്റ്റ് പറഞ്ഞേ, അത് രണ്ടാൾക്കാർ ചെയ്തു നോക്കാം. നമുക്ക് അസമ ഒരു അലിഫാണ് നീട്ടിട്ട് കൊടുക്കണം. നേരത്തെ പറഞ്ഞ ഹൊസല ഉണ്ടല്ലോ, ഒരാൾ ചെയ്തു ഒരാണ് രണ്ടാൾക്കാർ ചെയ്തു നാക്കി മാറ്റാൻ ഹൊസല എന്നാക്കി മാറ്റണം. നേരെ മറിച്ച് ഇത് പെണ്ണാണ് സമയത്ത് ഈ അസമ എന്തായി മാറണം? അസമത്ത് നായി മാറണം. പെണ്ണ് ഹൊസലത്ത് നായി മാറണം. ഓക്കെ, പെണ്ണ് ഹൊസലത്ത് എന്നായി മാറണം. അത് രണ്ടാൾക്കാരാകുമ്പോഴോ അസമത്ത് അസമത്താ. ഒരു താവ് എക്സ്ട്രാ കൊടുക്കും. നേരത്തെ സുക്കൂനായതായി ഫതഹായതായി. ഹൊസലത്ത് ഹൊസലത്താ. തിരിഞ്ഞോ? നന്നായി മനസ്സിലാക്കണം. രണ്ടാൾക്കാരാണ് സമയത്ത് പുരുഷനാവുമ്പോൾ താ ഉണ്ടാവില്ല,
സ്ത്രീ ആകുമ്പോൾ താ ഉണ്ടാവും. എല്ലാത്തിലും അലിഫ് ഏതായാലും രണ്ടാൾക്കാരാണെങ്കിൽ അലിഫ് ഏതായാലും കൊടുക്കണം. ഓക്കെ, ഒരാൾക്കുള്ളടത്ത് അലിഫ് ഉണ്ടാവില്ല, പക്ഷെ രണ്ടാളുണ്ടാവുമ്പോൾ അലിഫ് കൊടുക്കണം. അലിഫിന്റെ മുമ്പ് താ കൊടുക്കണോ കൊടുക്കണ്ടേ? അതാ ഉദാഹരണം നോക്കി. കനസ, ഖസല, നല്ലഫ, ഇതൊക്കെ പുരുഷന്മാരാണ്. ഓക്കെ, നേരെ സ്ത്രീ ആണെങ്കിലോ കനസത്ത, ഖസലത്ത, നല്ലഫത്ത, ഇങ്ങനെയാണ് നമ്മൾ ഉദാഹരണം പറയാം. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോവല്ലേ. മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ അടുത്തതാണ്, അതായത് ഒരാളത് പറഞ്ഞു, രണ്ടാളത് പറഞ്ഞു, ഇനി കുറെ ആൾക്കാരുണ്ടെങ്കിൽ എങ്ങനെ പറയാതാണ് മൂന്നാമത്തെ. ഉദാഹരണം നോക്കി. നേരത്തെ സൊല്ലും കെട്ട് അടിയൊക്കെ എടുക്കണം, അപ്പോൾ നമുക്ക് ഉദാഹരണം ശരിയാവുള്ളൂ. സൊല്ലും കെട്ട് എടുക്കണം കേട്ടോ. സൊല്ലു, പിന്നെ ജലസു, ബദഉ, തവല്ലഉ, ദഹബന, വസല്ല. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്തതിന് ചെറിയ വ്യത്യാസമുണ്ട്. ഒന്ന് നീട്ടാൻ കൊടുക്കണം അല്ലേ. കുറേ പുരുഷന്മാരാണെങ്കിൽ ഇപ്പം അർത്ഥം നോക്കി. സൊല്ലു പറഞ്ഞാൽ അവർ നിസ്കരിച്ചു എന്നാണ്. ഇപ്പൊ കുറേ പുരുഷന്മാരായ ആളുകൾ, കുറേ ആൾക്കാരുണ്ടാവുമ്പോൾ നമ്മൾ പുരുഷന്മാരായിട്ട് പരിഗണിച്ചിട്ട് അല്ലെ, പുരുഷനും സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ പുരുഷനെ പരിഗണന കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം നോക്കി നിങ്ങൾ. സൊല്ലു സ്വലാത്ത് ലുഹരി എന്ന് നമ്മൾ പാഠത്തിൽ പറഞ്ഞത് അല്ലേ. നമ്മുടെ പാഠത്തിൽ നമ്മൾ പറഞ്ഞെന്താ, ലാസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ അവിടെ സൊല്ലു തവല്ലു സൊല്ലു സ്വലാത്ത് ലുഹരി നമ്മൾ പറഞ്ഞു. അപ്പൊ എല്ലാവരും കൂടി നിസ്കരിച്ചു. അവിടെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, മക്കളും ഉണ്ട്, പെൺകുട്ടികളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ കുറെ ആൾക്കാരുണ്ടായപ്പോൾ നമ്മൾ തവല്ലു എന്ന് പ്രയോഗിച്ചു കേട്ടോ. അതായത് ഈ പ്രയോഗം ഒരു ലാസ്റ്റ് നീട്ടാൻ കൊടുക്കുന്ന പ്രയോഗം ആർക്കാ പറയാ? പുരുഷന്മാർക്കാ പറയാ. കുറേ പുരുഷന്മാർ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പൊ നേരത്തെ അസമ പറഞ്ഞത് അസമു കുറച്ചാ നീട്ടിയാൽ മതി. ലൊമ്മാണ് കൊടുത്താണ്ട് നീട്ടുക. ഹൊസല ഹൊസലു. ദഹബന്റെ കുറെ ആൾക്കാരെ പോയി നായാൽ ദഹബു. സ്വനാന്റെ ആണെങ്കിൽ സ്വനഉ. ജാന്റെ ജാവു. അതേമാതിരി ഇവിടെ സ്വല്ലനെ നമ്മൾ കാണിച്ചു തരാം. സ്വല്ലു. ജലസന്റെ ജലസു. ബദന്റെ കുറെ ആൾക്കാരുണ്ട്, ബദഉ, ദഹബു. ഇതൊക്കെ ആണുങ്ങളാട്ടോ. ഇവിടുന്ന് അങ്ങോട്ടുള്ള രണ്ടെണ്ണം, അതായത് ഈ രണ്ടെണ്ണം, ഈ കാണുന്ന രണ്ടെണ്ണം, ഇത് വ്യത്യാസമുണ്ട് അല്ലേ. മറ്റേ മയ്യല്ലോ. മറ്റേതെങ്ങനെയാണ്? സൊല്ലു, ജലസു, ബദഉ, തവല്ലഉ, അങ്ങനെയാണ്. പക്ഷെ ഇത് ചെറിയ വ്യത്യാസമുണ്ട്. ദഹബന, വസൽന. എന്താ സംഭവിച്ചേ? നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ അവസാനത്തിൽ ഒരു നൂനാണ് കൊടുത്തത്. ഓക്കെ, അങ്ങനെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അവസാനത്തിൽ ഒരു നൂന്, ഫതഹായ നൂനാണ് കൊടുക്കലോടുകൂടെ അത് സ്ത്രീകളാണ്. ഇതേ പറഞ്ഞ പുരുഷന്മാര് പോയി ദഹബു, പുരുഷന്മാർ ഇരുന്നു ജലസു അല്ലെ, പുരുഷന്മാർ കൊടുത്തു ദഹബു. അങ്ങനെ ഓരോന്ന് നമ്മൾ പുരുഷന്മാർക്ക് പറഞ്ഞു. സ്ത്രീ ആകുന്ന സമയത്ത് അങ്ങനെ പറയാൻ പറ്റൂല. സ്ത്രീ ആകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ദഹബാണെങ്കിൽ ആ ദഹബന്റെ അവസാനത്തിൽ ഒരു ഫതഹായ നൂനോട്, അപ്പം തൊട്ട് മുമ്പത്തെ സുക്കൂനാവും നടത്തും കേട്ടോ. ഫതഹാവും തൊട്ട് മുമ്പത്തെ സുക്കൂനാവും. അപ്പം തൊട്ട് മുമ്പ് സുക്കൂനും അവസാനം ഫതഹായ നൂനും. ഏത് സമയത്തും അങ്ങനെ ഉണ്ടാകാം. പെട്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. തൊട്ട് മുമ്പിന് അവസാനത്തെ ഫതഹായ നൂനും തൊട്ട് മുമ്പത്തേന് സുക്കൂനും കൊടുത്താൽ എന്തായി? സ്ത്രീകൾ ചെയ്തു എന്നായി. സ്ത്രീകൾ. അപ്പൊ ജലസു എന്നുള്ളതിന് കുറെ സ്ത്രീകൾ ഇരുന്നു നമുക്ക് പറയണമെങ്കിൽ ഇപ്പൊ ജലസ എടുക്കുക, ഇവിടെ അവസാനം ഒരു ഫതഹായ നൂന് കൊടുക്കുക, അങ്ങോട്ട് തൊട്ട് മുമ്പ് ജലസ്ന. ഓക്കെ, ദഹബ എന്നുള്ള എടുത്തിട്ട് ഈ ദഹബന്റെ അവസാനം നൂന് കൊടുക്കുക, അങ്ങോട്ട് ദഹബിന, തൊട്ട് മുമ്പ് ഫതഹാക്കി ഫത്തുള്ള സുക്കൂനാക്കി മാറ്റുക. പിന്നെയോ കത്തബ എന്നുള്ളത് കുറെ സ്ത്രീകൾ നമുക്ക് നെയ്തി എന്ന് പറയണമെങ്കിൽ തൊട്ട് അവസാനം എന്ത് ചെയ്യുക? ഫത്ത കൊടുക്കുക, തൊട്ട് മുമ്പ് സുക്കും കൊടുക്കുക. അപ്പൊ അതായി കത്തബിന. ഓക്കെ, ഇനിയോ പിന്നെ ബദ എന്ന് പറഞ്ഞ ഉദാഹരണങ്ങൾ നോക്കുക. ബദ എന്ന് എടുക്കുക, തൊട്ട് ലാസ്റ്റ് ഫത്ത കൊടുക്കുക, തൊട്ട് മുമ്പ് സുക്കും കൊടുക്കുക, ബദഇന. ഓക്കെ, തവല്ല എടുക്കുക, തവല്ല അവസാനം നൂന് കൊടുക്കുക, ഫത്ത കൊടുക്കുക, തൊട്ട് മുമ്പ് സുക്കൂൻ, തവല്ലഇന. അതൊക്കെ ആര് ചെയ്തു എന്നാ? ഈ പറഞ്ഞതൊക്കെ സ്ത്രീകൾ ചെയ്യുമ്പോൾ ജലസ്ന സ്ത്രീകൾ ഇരുന്നു, ലഹബിന സ്ത്രീകൾ പോയി, കത്തബിന സ്ത്രീകൾ എഴുതി, ബദഇന സ്ത്രീകൾ തുടങ്ങി, തവല്ലഇന സ്ത്രീകൾ ഇരുന്നു. മനസ്സിലായോ? അപ്പോൾ അതായത് കുറെ ആൾക്കാരുണ്ടെന്ന് പറയുന്നത് പുരുഷന്മാരാക്കണോടത്ത് അവസാനത്തിൽ നമ്മൾ കൊടുത്ത് നേരത്തെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത അവസാനത്ത് ഒരു ലൊമ്മാണ് കൊടുത്താൽ കിട്ടിയാൽ മതി. അസമ അസമു, ഹൊസല ഹൊസലു അല്ലെ, അസമ അസമു, ഹൊസല കുറെ ആൾക്കാരുടെ ഹൊസലു, ദഹബ കുറെ ആൾക്കാരുടെ ദഹബു, സ്വനാവ് കുറെ ആൾക്കാർ സ്വനാവു എന്ന് പറഞ്ഞാൽ മതി. നേരെ മറിച്ച് സ്ത്രീകൾ കുറെ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റൂല. അവസാനത്തിൽ ഫതഹായ നൂന് കൊടുക്കുന്നു, തൊട്ട് മുമ്പ് സുക്കൂനാക്കിയാണ് മാറ്റിയിട്ട് പറഞ്ഞാൽ ഏത് സാധനം നമുക്ക് കുറെ പെണ്ണുങ്ങൾ ചെയ്തു നോക്കാം. നന്നായി മനസ്സിലാക്കിയാൽ സിമ്പിളാണ്. കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം. ഉദാഹരണങ്ങൾ നന്നായി പറഞ്ഞു നോക്കണം. ഓക്കെ, ഇനി നമ്മളതിൽ ഉദാഹരണങ്ങൾ പറഞ്ഞു നോക്കുക. നോക്കി, അടിയിൽ വ്യത്യസ്തമായ വർക്കുകൾ ഉണ്ട്. ആ വർക്കുകൾ ചെയ്ത് നോക്കുക. ഒന്നാമതായിട്ട് അസമ നമ്മൾ പറഞ്ഞ മൂന്നും ഇവിടെ പറയുന്നുണ്ട് കേട്ടോ.
ഇങ്ങനെ നമുക്ക് കമ്മിൽ കമാഫി മിസാൽ ഉദാഹരണം തന്നത് പൂർത്തിയാക്കുക. അസമ അസമ അസമു. അസമാണ് അവൻ തീരുമാനിച്ചു. അസമ പുരുഷന്മാർ രണ്ടാൾക്കാർ തീരുമാനിച്ചു. അസമു കുറേ പുരുഷന്മാർ തീരുമാനിച്ചു. നമ്മൾ മൂന്നും പറഞ്ഞല്ലോ. അത് പെണ്ണാകുമ്പോഴോ താവ് കൊടുക്കണം നമ്മൾ പറഞ്ഞല്ലോ. അസമത്ത് സ്ത്രീ തീരുമാനിച്ചു. അസമത്ത് രണ്ട് സ്ത്രീകൾ തീരുമാനിച്ചു. അസംന കുറേ സ്ത്രീകൾ തീരുമാനിച്ചു. ഇനി ഇത് പറഞ്ഞു നോക്കുക, നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കണം കേട്ടോ. അപ്പൊ ദഹബ എന്ന് പറഞ്ഞാൽ രണ്ട് പുരുഷന്മാർ പോയി എന്നാണ്. അപ്പൊ ഒരാൾ പോയി എന്ന് പറയാൻ എന്താ ചെയ്യുക? ദഹബ. അവർ കുറേ പുരുഷന്മാർ പോയിന്നോ? ഇതേ രൂപത്തിൽ തന്നെ ദഹബു. ദഹബത്ത് എന്ന് പറഞ്ഞാൽ ഓള് പോയി എന്നാണ്. ഒരു സ്ത്രീയാണ് പോയത് അല്ലേ? ഇപ്പൊ രണ്ട് സ്ത്രീകൾ പോയാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. കനസത്ത വസലത്ത പറഞ്ഞില്ലേ? അതേ രൂപത്തിൽ ഇവിടെ ഇങ്ങനെ പറയണം, ദഹബത്ത. ഒരു ഫത്തഹായ താവ് കൊടുക്കണം. ദഹബത്ത. ഇവിടെയോ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചില്ലേ, ദഹബുന. ഓക്കെ, ദഹബുന. ജലസ അവനിരുന്നു. രണ്ടാൾക്കാർ ഇരിക്കണേ എന്താ പറയാ? ജലസ. കുറെ ആൾക്കാർ ഇരിക്കണേനോ പറഞ്ഞു നോക്കൂ, ജലസു. ഇനി ഒരു സ്ത്രീയാണ് ഇരുന്നെങ്കിലോ ജലസത്ത്. ജലസത്ത് കേട്ടോ. ജലസത്ത. കുറെ സ്ത്രീകൾ ഇരുന്നു എന്ന് പറയാനോ ജലസ്ന. ജലസ്ന. ഓക്കെ. കനസ എന്ന് പറഞ്ഞാൽ അടിച്ചു വാരി. അവൻ അടിച്ചു വാരി. രണ്ട് ആൾക്കാർ ആണുങ്ങൾ അടിച്ചു വാരിയാലോ കനസ. ഓക്കെ, കനസ. കുറെ പുരുഷന്മാർ അടിച്ചു വാരിയാലോ കനസു. ഓക്കെ. ഇനി ഒരു സ്ത്രീ അടിച്ചു വാരിയാലോ കനസത്ത് കേട്ടോ. കനസത്ത്. നിങ്ങളെ വഴി ഇത് നോക്കണം. കനസത്ത്. കുറേ രണ്ട് സ്ത്രീകൾ അടിച്ചു വാരിയാലോ കനസത്ത. ഓക്കെ, കനസത്ത. കനസിനോട് കൊടുത്താണ്. ഇനി ഒരാൾ ഉദു കൊടുത്തു. ഇപ്പോൾ തവല്ല ഉദു കൊടുത്ത് ഉദാഹരണം കൊടുത്ത്. അപ്പോൾ ഒരാൾ ഉദു കൊടുത്തതിന് തവല്ല ആ കേട്ടോ. തവല്ല 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 ആ നീട്ടാണ്ട് ഇവിടെ. ഇപ്പോൾ രണ്ടാൾക്കാരും തവല്ല ആ. കുറേ ആൾക്കാർ ഉദു കൊടുത്ത് പറയാനോ തവല്ല ഊ. തവല്ല ഊ. ഓക്കെ. തവല്ല അത്ത് സ്ത്രീ. ഒരു സ്ത്രീയെ ഉദു കൊടുത്ത്. പിന്നെ രണ്ട് സ്ത്രീകളാണെങ്കിലോ തവല്ല അത്ത. തവല്ല അത്ത കേട്ടോ. തവല്ല അത്ത. കുറേ സ്ത്രീകൾ ഉദു കൊടുത്തിട്ടുണ്ടെങ്കിലോ തവല്ല ഇന. ഓക്കെ, ഇങ്ങനെയാണ് ഉദാഹരണം വരും കേട്ടോ. ഇവിടെ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടേ, കുറേ ആൾക്കാർ എഴുതുന്ന സമയത്ത് നമ്മളൊരു അലിഫും കൂടി കൂട്ടത്തിൽ ആഡ് ചെയ്യണം കേട്ടോ. ഇവിടെ കണ്ടില്ല ജലസു മതഊ. വാവിട്ടാണ് പോയ പോലെ വാവിന് ശേഷം ഒരു അലിഫും കൂടി കുറേ പുരുഷന്മാർ നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു അലിഫും കൂടി വരണം കേട്ടോ. അങ്ങനെ എഴുതിയാലാണ് എഴുത്ത് ശരിയാവുള്ളൂ. അത് മനസ്സിലായണോ? അതായത് ദഹബു എന്ന് എഴുതുന്ന സമയത്ത് വാവ് മാത്രം ഇട്ട പോരാ, ഒരു അലിഫും കൂടി വെറുതെ ഒരു എക്സ്ട്രാ ആയിട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെയാണ് എഴുത്തിൻ്റെ നിയമം. ഇനി നമ്മൾ നുക്കമ്മിൽ ബി സീഗത്തിൽ മുനാസിബ മിനൽ മുറബ്ബഅ് അല്ലേ? ഈ ബോക്സിൽ നിന്ന് ഇവിടെ ഇങ്ങനെ കൊടുക്കണല്ലോ യോജിച്ചത് ഏതാണെന്ന്. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരാൾക്ക് എങ്ങനെ പറയാം, പുരുഷന്മാർക്ക് എങ്ങനെ പറയാം, സ്ത്രീക്ക് എങ്ങനെ പറയാം, ഇല്ല രണ്ടാൾക്ക് എങ്ങനെ പറയാം, കുറേ ആൾക്ക് എങ്ങനെ പറയാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വീഡിയോ മനസ്സിലാക്കി വീണ്ടും വീണ്ടും കേട്ട് നോക്കിയാൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ സാലിമുൻ ഒന്നാമത്തെ നമ്മൾ ഇവിടെ നിന്ന് കൊടുത്ത് നോക്കാതെ കത്തബ അല്ലേ? കത്തബ എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാർ എഴുതിയതിന് കത്തബ എന്ന് പറയും. രണ്ടാൾക്കാർ എഴുതണം. കാരണം അലിഫിട്ടില്ലേ? ജലസ്ന നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ത്രീകൾ കുറേ ആൾക്കാർ ഇരിക്കുമ്പോഴാണ് ജലസ്ന എന്ന് പറയാം. അക്കലു എന്ന് പറയാൻ വാവിട്ട് കൊടുത്ത മനസ്സിലാക്കാം പുരുഷന്മാരാണ് അല്ലേ? അപ്പോൾ കുറേ പുരുഷന്മാർ ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ് അക്കലു എന്ന് പറഞ്ഞത്. കറ എന്ന് പറഞ്ഞാലോ അവൻ ഒരാളെ എഴുതി. അതിൻ്റെ അവിടെ വാവും അങ്ങനത്തെ നീട്ടുന്ന സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാക്കാം, താവും ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാക്കാം പുരുഷനായ ആളാണ് വായിച്ചത്, വായിച്ചു എന്നാണ് അർത്ഥം. ജാഊ അല്ലേ? വാവുള്ളത് കൊണ്ട് മനസ്സിലാക്കാം കുറേ പുരുഷന്മാർ വന്നു അല്ലേ? ജാവു വന്നു. നസ്വറത്ത താവുള്ളവർ മനസ്സിലാക്കാം അതിന് അരിഫും ഉണ്ട്, അപ്പോൾ രണ്ട് സ്ത്രീകളാണെന്ന് മനസ്സിലാക്കാം. ഫത്തഹത്ത് സുക്കൂനുള്ള താവുള്ളതെന്ന് മനസ്സിലാക്കാം സ്ത്രീ, ഒരു സ്ത്രീയാണ്. തുറന്നു. ഫത്തഹത്ത് തുറന്നു എന്നാണ്, തുറന്നു. നസ്രത്തനൽ സഹായിച്ചു. മറ്റേ ഗുണം നേരത്തെ പഠിച്ചല്ലോ. നഗറത്തന നോക്കി. ഇവിടെ താവുള്ളതെന്ന് മനസ്സിലാക്കാം പെണ്ണാണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഉദാഹരണം പറഞ്ഞു നോക്കുക എങ്ങനെ അവിടെ പൂരിപ്പിക്കാന്ന്. സാലിമുൻ. സാലിമുൻ ഡാഷ് അൽ ഖുർആൻ. സാലിമുൻ ഡാഷ് അൽ ഖുർആൻ. അപ്പോൾ ഖുർആൻ എന്താക്കി എന്നാണ്? ഖുർആൻ ഓതലല്ലേ അല്ലേ? അപ്പോൾ ഇവിടെ ഓതി എന്നുള്ളൊരു വാക്ക് ഇവിടെ അല്ലേ? ഏതാണ്? കതബ, ജലസ്ന, അകലു, ഖറഅ. ഏതാ? ഖറഅ അല്ലേ? സാലിം ഒരാൾ ഒറ്റക്കല്ലേ? സാലിം ഒരാളായതുകൊണ്ട് ഇവിടെ ഏതാ വേണ്ടി? ഖറഅ എന്നാണ് വേണ്ടി. അപ്പോൾ സാലിമുൻ ഖറഅ അൽ ഖുർആന. അടുത്ത ത്വാലിബാനി. ത്വാലിബാനി രണ്ടാൾക്കാരുണ്ട്, രണ്ട് വിദ്യാർത്ഥികൾ എന്ന ത്വാലിബാനി എന്ന് പറഞ്ഞാൽ രണ്ട് വിദ്യാർത്ഥികൾ ത്വാലിബാനി. അപ്പൊ ത്വാലിബാനി രണ്ടാൾക്കാർ. ഇവിടെ രണ്ടാൾക്കാർ എന്തോ ഒരു സാധനം. അപ്പൊ എന്താ ഇവിടെ? ത്വാലിബാനി ദർസ. ദർസ് എന്തായി? എഴുതി അല്ലേ? പാഠം എഴുതി. ദർസന പാഠം എന്നാണ്. ദർസനൽ
പാഠം. അപ്പൊ പാഠം പോലെ എന്ത് ഈ രണ്ട് വിദ്യാർത്ഥികൾ പാഠം എഴുതി എന്നാണോ ചോദിച്ചത്. അപ്പൊ അവിടെ രണ്ടാൾക്കാർക്ക് പറയുന്ന പ്രയോഗമല്ലേ കതബാ. അപ്പൊ അവിടെ ചോദിച്ചത് ഏതാ? കതബാ. മൂന്നാമത്തെ അൽ അത്ഫാൽ. അൽ അത്ഫാൽ പറഞ്ഞാൽ എന്താ? കുറെ കുട്ടികളുണ്ട് അല്ലേ. തുഫാലാണെങ്കിൽ തിഫിലാണ് കുട്ടി എന്നാണ്. കുറെ കുട്ടികളുണ്ടെങ്കിൽ തിഫിലിന്റെ ഇതാണ് അത്ഫാൽ. കുറെ ആൾക്കാരുണ്ടാവും, അത്ഫാൽ എന്ന് പറയും. കേട്ടോ. അപ്പൊ കുട്ടികൾ കുറെ ആൾക്കാരുണ്ട്. ഓരെല്ലാവരും അല്ല അസ്മാർ. അസ്മാർ എന്താ? ഫ്രൂട്ട്സ് അല്ലേ, പഴങ്ങൾ. പഴങ്ങൾക്കാണ് എന്തെന്ന് പറയാ? അസ്മാർ, പഴങ്ങൾ. കുട്ടികളെല്ലാവരും കൂടി പഴങ്ങൾ തിന്നു എന്നവിടെ ഉണ്ടാവേണ്ടിയാണ് അല്ലേ. നോക്കി കതബ ജലസ്ന അക്കലു. അപ്പൊ എന്താണ് ഉത്തരം? കുട്ടികൾ കുറെ ആൾക്കാരുള്ളതുകൊണ്ട് അങ്ങനെ പറയണ്ടേ, ആൺകുട്ടികളല്ലേ. അക്കലു അക്കലു. നാലാമത്തെ ബിന്തു. ബിന്തുറ പെൺകുട്ടിയാണ്. അപ്പൊ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് എന്തോ സാധനം? ബാബൽ ബൈത്തി, വീടിന്റെ വാതിൽ ഇവിടെ തുറന്നു അല്ലേ. തുറന്നു അടച്ചു. അപ്പൊ ഏതാ വാക്കുകളുള്ളത്? തുറന്നു ഉണ്ട്. അപ്പൊ നോക്കി ഇങ്ങനെ നോക്കിയാൽ ഫതഹത്ത് എന്ന് കാണും. അപ്പൊ ഫതഹത്തിൽ താവില്ലേ, പെണ്ണാവുമ്പോ താവ് കാണല്ലോ. അപ്പൊ നമുക്കിവിടെ ആൻസർ ഏതാ? ഫതഹത്ത് എന്നാണ് ആൻസർ കേട്ടോ. ഫതഹത്ത്, വാതില് തുറന്നു. അൽ ഉഖ്താനി, രണ്ട് സഹോദരിമാര്. ഉഖ്താൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഉഖ്താനാണ് രണ്ട് സഹോദരിമാരാണ്. അവിടെ രണ്ടാൾക്കാരുണ്ട്, പെൺകുട്ടിയാണെന്ന് മനസ്സിലായി. ഇവിടെ നമ്മൾ പറഞ്ഞ ആണുങ്ങളെ അല്ലേ. ഇതിൽ മൊത്തം ആണുങ്ങളെ പറഞ്ഞു, ഇതിൽ മൊത്തം നമ്മൾ പെണ്ണുങ്ങളുടെ പറയും കേട്ടോ. അപ്പൊ ഉഖ്താനാണ് രണ്ട് സഹോദരിമാരാണ്. ഇപ്പൊ രണ്ട് സഹോദരിമാരാകുമ്പോൾ ജദ്ദത്തുഹുമ, ഒരു വെല്ലിമനെ, അവരുടെ വെല്ലിമയെ സഹായിച്ചു എന്നായിരിക്കും അല്ലേ. അപ്പൊ അവിടെ നസ്വറത്താന്നുണ്ട് അല്ലേ. നസ്വറത്തല്ലേ. അപ്പൊ നസ്വറത്ത. അപ്പൊ പെണ്ണായത് കൊണ്ട് താവ് കൊടുക്കണം, കൊടുത്തു. ആ തോലിബാത്തു. തോലിബാത്ത് പറഞ്ഞ വിദ്യാർത്ഥിനികളാണ്, പെണ്ണുങ്ങളാണ്, വിദ്യാർത്ഥിനികൾ. അപ്പൊ കുറെ ആൾക്കാരായാലും മക്കളാതി ഓര് ഇരിപ്പിട സ്ഥാനത്ത്, അതായത് ബെഞ്ചിൽ ഇരിക്കുന്ന സ്ഥലം ബെഞ്ച് അല്ലേ. ബെഞ്ചിൽ ഓലെന്തായി ഇരുന്നു. അപ്പൊ ഇവിടെ ജലസ്ന നമ്മൾ പറഞ്ഞു, നൂല് കൊടുക്കണം പറഞ്ഞില്ലേ. കുറെ ആൾക്കാരുണ്ടെങ്കിൽ, പെണ്ണുങ്ങൾ കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ ജലസ്ന. ഇവിടെ ഇപ്പൊ നമ്മൾ എന്താ സംഭവിച്ചേ? ഈ പാഠത്തിൽ നമ്മൾ മൊത്തം ഒരാള്, രണ്ടാള്, കുറെ ആൾക്കാർ, മൂന്നും പറഞ്ഞു. നോക്കി അല്ലേ. ഇവിടെ നമ്മൾ 3 ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ഈ ഇതിങ്ങനെ നോക്കുകയാണെങ്കിൽ സാലിമ് ഒരാളാണ്, സാലിമ് ഒരു പുരുഷനാണ്, തോലിബാൻ 2 ആൾക്കാരാണ്, ഇതിൽ കുറേ ആൾക്കാരാണ്, 3-ൽ കൂടുതൽ ആൾക്കാരാണ്, ആണായ ആൾക്കാർ. ഇതൊക്കെ ആണുങ്ങളാണ്. പുരുഷന്മാരെ എങ്ങനെ പറയാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള പുരുഷന്മാരെ ഏതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞതോ, ഇവിടെ നമ്മൾ പറഞ്ഞത് സ്ത്രീകളുടെ. സ്ത്രീകൾ തന്നെ ഒരാളും ഉണ്ട്, 2 ആളും ഉണ്ട്, കുറേ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ സാധാരണ പ്രയോഗം കറ പോലെയുള്ള സാധാരണ പ്രയോഗം ഇവിടെ കൊടുക്കണം എന്ന് മനസ്സിലായി. തോലിബാനി 2 ആൾക്കാരുള്ളത് കൊണ്ട് ഇവിടെ പുരുഷന്മാർ 2 ആൾ നമ്മൾ നേരെ അലിഫുള്ള ഏത് സാധനം ഉണ്ടെങ്കിൽ അത് വേണം നമ്മൾ മനസ്സിലായി. അത്ഫാൽ കുറേ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വാവുള്ള സാധനം ഉണ്ടെങ്കിൽ നേരെ അതാണ് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. പെണ്ണാവിനടുത്തോ താവുള്ള സുക്കൂനായ താവുള്ള സാധനം ഏതാണ് നേരാണ് കൊടുത്താൽ മതി. അഖ്താൻ 2 ആൾക്കാരായതുകൊണ്ട് താവും അലിഫുള്ള സാധനം ഏതാ നോക്കിയാൽ മതി. നസ്വറത്ത താവും അലിഫുള്ളതാണ്. കുറേ ആൾക്കാരുള്ളതോ നൂന് സുക്കൂന് ഫത്തഹായ നൂനുള്ളത് ഏതുണ്ടോ അത് കൊടുത്താൽ മതി. അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. നിങ്ങൾ വായിച്ചു നോക്കാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന പറഞ്ഞു. ഒരേ പിന്നെ ഉദാഹരണങ്ങളല്ലാതെ വരുമ്പോൾ കൺഫ്യൂഷൻ വരാത്ത ടൈപ്പ് വരുന്ന സമയത്തൊക്കെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. എവിടെയാണ് പുരുഷൻ്റെ കൊടുക്കുക, എവിടെയാണ് സ്ത്രീൻ്റെ കൊടുക്കുക എന്ന് പെട്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ നുലാഹിദു വനഫഹമു അൽ ഫിഅൽ മാദിയ അൽ ഗായിബി ഉണ്ടോ. എന്താണ് പറഞ്ഞത്? മാദി തന്നെ. മാദി എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞു പോയ കാലമാണ്. പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞു പോയത്, ചെയ്ത് കഴിഞ്ഞു, തിന്നു, പോയി അല്ലേ. കഴിഞ്ഞ കാലം. തിന്നു, പോയി, ഇരുന്നു, ഇതൊക്കെ ഇരുന്ന് ഒരു പ്രവൃത്തി കഴിഞ്ഞതല്ലേ, അതിന് നമ്മൾ മാദി എന്ന് പറയും. അത് ഓയിബ് എന്ന് പറയും ഇവിടെ ഇല്ലാത്തതാണ്, നമ്മുടെ മുമ്പിലില്ല. അവൻ, അവൾ എന്ന് പറയില്ലേ. അവൻ 2 ആൾക്കാർ, അത് നമ്മുടെ മുമ്പിലില്ലാത്ത ആൾക്കാരുണ്ടോ. മുമ്പുള്ള ആൾക്കാർ നമ്മൾ നീ എന്നല്ലേ പറയാ അല്ലേ. ഇനി നിങ്ങൾക്ക് സ്വന്തത്തിനാണെങ്കിലോ ഞാൻ എന്നാ പറയാം, അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ നമ്മളൊക്കെ അവിടെ ഉള്ളവരാണ്. നേരെ മറിച്ച് ഇത് ഇല്ലാത്ത ഒരാളെ പറയുന്ന സമയത്ത് നമ്മൾ അറബിയിൽ അതിന് നമ്മളൊരു പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രയോഗം പറയും. അതാണ് നമ്മൾ ക്ലാസ് പറയാൻ പോകുന്നത്. ഏതൊക്കെയാണത്? ഒന്നാമതായി മുഫ്രദ്. മുഫ്രദ് പറഞ്ഞാൽ ഏകവചനം. അപ്പോൾ അവിടെ ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ ഏകവചനം അല്ലേ. 2 ആൾക്കാർക്ക് നമ്മൾ മലയാളത്തിൽ ദ്വിവചനം എന്നൊക്കെ പറയാം. ദ്വിവചനം. ഇതിന് ബഹുവചനം. അതെങ്ങനെ നമ്മൾ ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാന്ന് പറയുന്നത്. അതന്നെ പുരുഷൻ. മുദക്കർ എന്ന് പറഞ്ഞാൽ, മുദക്കർ എന്ന് പറഞ്ഞാൽ പുരുഷനാണ്. മുദക്കർ എന്ന് പറഞ്ഞാൽ ഇതാണ് കളർ കൊടുക്കണ്ടോ. മുദക്കർ, മുദക്കർ എന്ന് പറഞ്ഞാൽ പുരുഷൻ. പിന്നെയോ
മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീ. അപ്പോൾ ഏകവചനത്തിൽ പുരുഷന്മാരുടെ എങ്ങനെയാ പറയാ, സ്ത്രീന്റെ എങ്ങനെയാ പറയാ? ദ്വിവചനത്തിൽ തസ്നിയയിൽ പുരുഷന്റെ എങ്ങനെയാ പറയാ, സ്ത്രീന്റെ എങ്ങനെ പറയാ? ബഹുവചനത്തിൽ പുരുഷന്റെ എങ്ങനെ പറയാ, സ്ത്രീന്റെ എങ്ങനെ പറയാ? അപ്പൊ നമ്മൾ ഒറ്റ പ്രയോഗമായിട്ട് നമുക്ക് ഇതിനൊരു ഒരു മൊത്ത രൂപം പറയാം. അതാണ് ഒന്നാമത്തെ. പുരുഷനായ ഒരാളാണെങ്കിൽ ഫഅല പറഞ്ഞാൽ മതി. നമ്മൾ നേരത്തെ ജലസ പറഞ്ഞില്ല, ഒന്നും പ്രയോഗിക്കാതെ നേരെ പറഞ്ഞില്ല. അപ്പൊ ഫഅല എന്ന് പറഞ്ഞ രൂപത്തിൽ നമുക്ക് വെച്ചുകൊടുക്കാൻ ഒരു സാധനം പറ്റിയാൽ അതൊക്കെ ഏകവചന പുരുഷനായിരിക്കും. അപ്പൊ ഫഅല ക, അയിന് ത, ലാമ് ബ, അപ്പൊ കത്തബ എന്നായി. അതായത് തിരിച്ച് ഒന്നും കൂടി ഞാൻ തിരിച്ച് എഴുതി കാണിച്ചു തരാം. ഒന്നും കൂടി ഫഅല വേറെ വേറെ സെപ്പറേറ്റ് എഴുതി കാണിച്ചു തരാം കേട്ടോ. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഫ അ ല ഉണ്ടോ? ഇങ്ങനെ ഏത് സാധനം ഇങ്ങനെ ഇത് കൂട്ടി ചെയ്താൽ എന്തായി? ഫഅല എന്നായില്ലേ? ഇതേ രൂപത്തിൽ ക ത ബ കൂട്ടി ചെയ്താൽ കത്തബ. ഇത് ആർക്കാ പറയാ? പുരുഷനാ പറയാ. ഓക്കെ, ഇനി വേറെ ഉദാഹരണം. ന റ കൂട്ടി ചെയ്താൽ നസ്വറ. ഇങ്ങനെ പറയുന്ന ഏത് സാധനവും, അതായത് ഇതാണ് നമ്മൾ അതിന്റെ അടിസ്ഥാനമായിട്ട് പറയാം. ഈ അടിസ്ഥാനത്തിൽ നമുക്ക് ഏത് സാധനം വെച്ചുകൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാം? പുരുഷനായ ഒരാൾ എന്ന് അർത്ഥം കിട്ടും. ഓക്കെ, സ്ത്രീ ആണെങ്കിലും അങ്ങനെ പോരാ. സ്ത്രീ ആകുമ്പോൾ ഈ ഫഅല എന്ന് പറഞ്ഞതിന് അപ്പുറത്തേക്ക് നമ്മളൊരു താവ് കൂടി കൊടുക്കണം. താവ് കൂടി ഇങ്ങനെ. ഇപ്പൊ ഫ നോക്കിട്ടോ, ഫ അ ല ത് ഉണ്ടോ? ഫ അ ല ത്. അപ്പൊ കൂട്ടി കഴിഞ്ഞാൽ ഫഅലത്ത് എന്നായി. അതേമാതിരിക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ ക ത ബ ത്, ഇപ്പൊ കത്തബത്ത്. ഇപ്പൊ സ്ത്രീ ആണോ, നമ്മളൊരു താവും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യണം. അതാണ് നേരത്തെ ഇവിടെ പറഞ്ഞത്. എന്ത് പറഞ്ഞേ? ഫഅലത്ത് പറഞ്ഞത്. ഇനി രണ്ടാൾക്കാരാവുമ്പോഴോ, രണ്ടാൾക്കാരാവുമ്പോൾ നമ്മൾ ഈ താ ഒന്നും വേണ്ട. നേരത്തെ പറഞ്ഞ ഫഅല എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ ഫഅല എന്ന് പറഞ്ഞ സാധനത്തിന് തൊട്ട് ശേഷം ഒരു അലിഫും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒന്നും കൂടി മനസ്സിലാക്കി തരികയാണ്. ഫ അ ല ഒരു അലിഫും. അപ്പൊ എന്തായി? ഫഅലായി. ഫഅല. ഏതുപോലെ നേരത്തെ പറഞ്ഞ ക ത ബ അലിഫും. അപ്പൊ എന്തായി? കത്തബ. അപ്പൊ ഒരു അലിഫ് ആഡ് ചെയ്തു കേട്ടോ. അതാണ് ഇവിടെ സംഭവിച്ചത്. കത്തബ ഫഅല ഫഅല. അത് സ്ത്രീ ആകുമ്പോൾ അത് പോരാ. സ്ത്രീ ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പുറത്തെ ഭാഗത്ത് എഴുതി തരാം. ഫ അ ല ഒരു താവും ഒരു അലിഫും കൊടുക്കണം. നേരത്തെ നമ്മൾ അലിഫ് മാത്രം കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ ഫ അ ല ത കൂട്ടി എഴുതിയാൽ എന്തായി? ഫഅലത്താനായി. ഫഅലത്ത. അപ്പൊ ഒരു താവും കൂടി എക്സ്ട്രാ ആയിട്ട് കൂടെ ആഡ് ചെയ്യണം. അതാണ് ഇവിടെ സംഭവിച്ചത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ക ത ബ ത കൂട്ടി എഴുതിയാൽ അല്ലേ? കത്ത ബത്ത. ഇതാണ് രണ്ട് സ്ത്രീകളാണ് സമയത്ത്. കുറെ പുരുഷന്മാരുമാണോ അതൊന്നും ചെയ്യേണ്ട. നേരെ ഒരു വാവും ഒരു അലിഫും ഒന്നുമില്ല, ഒരു വെറുതെ ഒരു എഴുത്തിന്റെ അടയാളത്തിന് വേണ്ടി ഒരു അലിഫ് കൊടുത്ത് അത്ര മനസ്സിലാക്കിയാൽ മതി ഇപ്പം കേട്ടോ. അപ്പോൾ കുറെ പുരുഷന്മാരുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇനി ചെയ്യേണ്ടത് എന്താ? നേരത്തെ ഫഅല എന്ന് പറഞ്ഞതിന്റെ അവസാനത്തെ ഹർക്കത്ത് മാറ്റിയിട്ട് ലൊമ്മാക്കുക. ഫ അ അങ്ങനെ ഫ അ ലൂ എന്നായി മാറി. എന്നിട്ട് നമ്മൾ എഴുതുമ്പോൾ ഫഅലു ഒരു അലിഫും കൂടി ലാസ്റ്റ് എഴുതി കൊടുക്കുക. അത്രേ ഉള്ളൂ. ഏതുപോലെ ക ത ബൂ കത്തബൂന്ന് എഴുതി. അതായത് ഒരു ലാസ്റ്റ് ഒരു വാവും അലിഫും ആഡ് ചെയ്ത് കൊടുത്ത് ലൊമ്മാക്കി പറഞ്ഞാൽ ഫഅലു നീട്ടാളത് പോലെ തന്നെയാണ് പറഞ്ഞാൽ അത് കുറേ പുരുഷന്മാരായി. നേരെ മറിച്ച് സ്ത്രീ ആകുന്ന സമയത്ത് അങ്ങനെയല്ല. നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. സ്ത്രീ ആകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ഈ ഫഅല എന്നതിൻ്റെ തൊട്ട് ശേഷം ഒരു നൂന് കൊടുക്കുക, അതിന് ഫത്തവും കൊടുക്കുക, തൊട്ട് മുമ്പ് സുക്കൂനും ആക്കുക. ഫഅൽന എന്നായി അല്ലേ? ഫഅൽന. ഏതുപോലെ കതബ ക ത ബ എന്നതിൻ്റെ ഇവിടെ നൂന് ഫത്ത കൊടുക്കുക, തൊട്ട് മുമ്പ് സുക്കൂന. നേരത്തെ ഫത്തഹ ഉണ്ടായതിന് സുക്കൂനായി മാറ്റി. ഇപ്പം എന്തായി? കതബിന എന്നായി. കതബിന. ഓക്കെ, അതാണ് ഇവിടെ സംഭവിച്ചത്. ഇങ്ങനെ നമുക്ക് ഏത് സാധനം ഉണ്ടാക്കാം. അപ്പോൾ പുരുഷനാണെങ്കിൽ ഒരാൾ ഫഅല, രണ്ടാൾക്കാർക്ക് ഫഅല, കുറെ ആൾക്കാർക്ക് ഫഅലു. സ്ത്രീ ആവുമ്പോൾ ഫഅലത്ത്, രണ്ടാൾക്കാരും ഫഅലത്ത, കുറെ സ്ത്രീകളാവുമ്പോൾ ഫഅൽന. ഇനി നമ്മൾ ഉദാഹരണങ്ങൾ അടുത്ത ബോക്സിക്ക് നോക്കി. നുക്കമ്മിൽ കമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞതുപോലെ ഏത് ഉദാഹരണം നമുക്ക് വെച്ച് അങ്ങനെ പറയാൻ കഴിയും. അപ്പൊ അതിന്റെ ബേസ് സാധനമാണ് ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅലത്ത, ഫഅൽന. ആ ബേസ് സാധനം വെച്ച് നമുക്ക് ഏത് ഉദാഹരണം കാണുകയാണെങ്കിലും നമുക്ക് ഇതേ രൂപത്തിൽ പറയാൻ കഴിയും. ഇവിടെ നോക്കി, പുരുഷന് ദറസ എന്ന് പറഞ്ഞു. ദർസാന പഠിച്ചു അല്ലേ? അപ്പൊ രണ്ട് പുരുഷന്മാരാണെങ്കിൽ നേരത്തെ നമ്മൾ പഠിച്ചു, ഒരു അലിഫ് കൊടുത്താൽ മതി. അപ്പൊ ദറസാനായി. ദറസ. കുറെ പുരുഷന്മാർക്ക് നമ്മൾ പറഞ്ഞൊരു വാവും അലിഫും കൊടുത്താൽ മതി. അപ്പം ദറസൂന്നായി. ദറസു. സ്ത്രീ ആണെങ്കിലോ
സ്ത്രീയാണെങ്കിൽ സുക്കൂനായ താവ് കൊടുക്കണമെന്ന് പഠിച്ചു. അപ്പൊ ദറസത്ത് രണ്ട് സ്ത്രീകൾ പഠിച്ചു എന്ന് പറയാലോ, ഒരു താവും അലിഫും കൊടുക്കണം. ദറസത്ത. കുറെ സ്ത്രീകളുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നൂനും കൊടുക്കണമെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ദറസ്ന തൊട്ടുമ്പ് സുക്കൂനും കൊടുക്കുക, നൂനിന് ഫത്തവും കൊടുക്കുക, ദറസ്ന. എങ്ങനെയുണ്ട്? സിമ്പിളാക്കി ഓരോ ഉദാഹരണങ്ങൾ അതേമാതിരി ഉണ്ടാക്കി നോക്കി. ആ ഉദാഹരണം വേണമെന്നില്ല. അപ്പൊ ദറസ മാറ്റി ജലസ പറഞ്ഞു നോക്കി. അപ്പൊ ജലസ ജലസ ജലസു ജലസ ജലസ ജലസു ജലസത്ത് ജലസത്ത ജലസ്ന. ഇവിടെ അടുത്ത ഉദാഹരണം നോക്കി. കത്തബ കത്തബ കത്തബു കത്തബത്ത് കത്തബത്ത കത്തബിന. പിന്നെ വേറെ നസ്വറ പറഞ്ഞു നോക്കി. നസ്വറ നസ്വറ നസ്വറു നസ്വറത്ത് നസ്വറത്ത നസർന. ഓക്കെ. ബദ ബദ ബദഉ ബദഅത്ത് ബദഅത്ത ബദഇന. ലൊറബ പറഞ്ഞു നോക്കി. പറയ്. ലൊറബ ലൊറബ ലൊറബു ലൊറബത്ത് ലൊറബത്ത ലൊറബിന. ഓക്കെ. ഇങ്ങനെയാണ് ഉദാഹരണം ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇനി നുറത്തുബുൽ കലിമാത്തി എത്താത്ത പോലെ ജംല. നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കൽ എങ്ങനെയാണെന്നുള്ളതാണ്. സെൻറ്റൻസിൽ ആദ്യം നമ്മൾ ഈ ഓർഡർ നോക്കുക. ഈ ഓർഡർ നോക്കിയിട്ട് നമുക്കത് ഓർഡറിലേക്ക് മാറ്റുന്ന സാധനം ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പോൾ അൽ ദഹബു എന്നുണ്ട്. ദഹബു പറഞ്ഞാൽ പോയി. അപ്പോൾ കുറേ ആൾക്കാർ പോയി. അപ്പോൾ കുറേ ആൾക്കാർ പോയി എന്ന് പറഞ്ഞാൽ ആദ്യം കുറേ ആൾക്കാരെ പറയണം അല്ലേ. ഓനെ പറഞ്ഞതിന് ശേഷം നമ്മൾ ആ ഫീല് ഈ പോയി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെ അർത്ഥം ശരിയാവില്ലല്ലോ. എങ്ങോട്ട്? ഇലാണ ലേക്ക് എന്നാണ്. മക്കയിലേക്ക്. അപ്പോൾ അൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾ. അപ്പോൾ മൊത്തം നമുക്കൊരു സാധനം മനസ്സിലായി. മുസ്ലിമീങ്ങൾ മക്കയിലേക്ക് പോയി എന്നാണ്. അപ്പോൾ നമുക്ക് ദഹബു എന്നാണ് കൊടുക്കണമെങ്കിൽ ആദ്യം തന്നെ ദഹബു പറയരുത്. ആദ്യം അവിടെ അൽ മുസ്ലിമൂന പറയണം. അൽ മുസ്ലിമൂന. എന്നിട്ട് മുസ്ലിമീങ്ങൾ എല്ലാവരും പോയി. അപ്പം ഇനി ഓക്കെ ദഹബു. അപ്പോൾ ദഹബു നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, കുറേ ആൾക്കാർ പോയി എന്നുള്ള ദഹബു എന്ന് പറയാം. അപ്പോൾ അൽ മുസ്ലിമൂന ദഹബു, മുസ്ലിമീങ്ങൾ പോയി. അല്ലെ എങ്ങനെ പറയരുത്? ദഹബു അൽ മുസ്ലിമൂന പറയില്ല കേട്ടോ. അതായത് ഫീല് നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ നമ്മൾ ഫീലിന് എന്താക്കൂല, കുറേ ആക്കൂല. അതായത് ഇങ്ങനെ പറയാൻ ദഹൽ മുസ്ലിമൂന. ഇവിടെ നമ്മൾ ഇങ്ങനെ പറയുള്ളൂ. കാരണം ആദ്യം നമ്മൾ ഫീല് പറയുകയാണോ അവിടെ നമ്മൾ എന്താവില്ല, ആ ഫീലിനെ നമ്മൾ കുറേ എന്ന് പറയില്ല. അറബിയിലെ പ്രയോഗം അനുസരിച്ച് പറയാൻ പറ്റും. പെണ്ണാണെങ്കിൽ നമുക്ക് സുക്കൂനായ താവ് കൊടുക്കുക. അല്ലാതെ എന്തു പറയില്ല, ദഹബൂന്നോ ദഹബുനാന്നോ ആദ്യത്തിൽ നമ്മൾ എന്താ ചെയ്യൂല, പ്രയോഗിക്കൂല. പക്ഷെ ഇവിടെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം മുസ്ലിമൂനെ പറയണം, എന്നിട്ട് ദഹബു എന്ന് പറയാം. എങ്ങോട്ട് പോയി? അൽ മുസ്ലിമുന് ദഹബു ഇലാ മക്കത്ത. അൽ ബനാത്തു, ബനാത്ത സ്ത്രീകളാണ് അല്ലെ, പെൺകുട്ടികളാണ്. തവല്ലൈന, അപ്പൊ നേരത്തെ ദഹബു എന്നുള്ള പ്രയോഗം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കുറെ സ്ത്രീകളാകുമ്പോൾ കുറെ ആക്കാൻ നൂന കൊടുക്കേണ്ടത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ തവല്ലൈന കുന്ന. ഓക്കെ. അപ്പൊ പിന്നെ എങ്ങനെ നമ്മളിവിടെ പറയാ, ഹുന്നൽ ബനാത്തു അല്ലേ, അല്ലെ അൽ ബനാത്തു ഹുന്ന തവല്ലൈന, അങ്ങനെയും പറയാം. ഓക്കെ. അപ്പൊ ആദ്യം എന്ത് കൊടുക്കണം? അൽ ബനാത്തു കൊടുക്കണം. സ്ത്രീകളാകുന്ന ഹുന്ന അവർ എന്ത് ചെയ്തു? തവല്ലൈന. ശരിക്കും അവിടെ ഹുന്നല്ലേനും കുഴപ്പമൊന്നുമില്ല. അൽ ബനാത്തു തവല്ലൈന എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ഹുന്നൽ ബനാത്തു അവർ സ്ത്രീകളാകും, അങ്ങനെയും പറയാം. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ആപ്റ്റായ സാധനം പറയണം, അൽ ബനാത്തു ഹുന്ന അവർ തവല്ലൈന വുളു എടുത്തു. നമ്മുടെ വിഷയം ഇവിടെ തവല്ലൈന മനസ്സിലാക്കലും ദഹബു എന്നുള്ള മനസ്സിലാക്കലും. ദഹബു പുരുഷന്മാരായതുകൊണ്ട് ദഹബു ആയി, സ്ത്രീകളായതുകൊണ്ട് തവല്ലൈനയായി കേട്ടോ. അത് നമ്മുടെ വിഷയം. മറ്റത് പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ആദ്യം ദഹബു വന്നില്ല, ആദ്യം എന്തുകൊണ്ട് തവല്ലൈന വന്നില്ല എന്ന് ചോദിക്കാൻ സാധ്യത ഉണ്ടാവും. അപ്പം അതിൻ്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തിൽ നമ്മൾ ഫീല് കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്താക്കി പറയൂല, ആദ്യം നമ്മൾ കുറേ എന്നുള്ള ദഹബു എന്നുള്ളത് പറഞ്ഞിട്ട് പിന്നെ മുസ്ലിമുന് അറബി പ്രയോഗം അനുസരിച്ച് പറയില്ല. പിന്നെ തന്നെ അതോടൊപ്പം തന്നെ തവല്ലൈന ആദ്യം പറഞ്ഞാൽ ബനാത്തു അറബിയിലെ പ്രയോഗത്തിൽ പറയൂല. അപ്പം ആദ്യം നമ്മൾ ആരെ പറയണം? കുറേ എന്നുള്ള ഫീൽ അവിടെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആൾക്കാരെ പറഞ്ഞിട്ടാണ് ആ വെർബ് പറയാ. അതായത് ദഹബു എന്നത് പറയാ, തവല്ലൈന പറയാ. ഇനി നമ്മൾ അറബി ആക്കി നോക്കി, അറബി ആക്കി. ഞാൻ അറബി ആക്കാൻ, അവൻ ചായ കുടിച്ചു എന്നാണ് മലയാളം. അവൻ ചായ കുടിച്ചു. എങ്ങനെ അറബി ആക്കുക? അവൻ എന്നുള്ള എന്താ പറയാ? ഹുവ അല്ലേ. ചായ കുടിച്ചു എന്നുള്ള എന്താ പറയാ? കുടിച്ചു എന്നുള്ള എന്താ പറയാ? കുടിച്ചു എന്നുള്ളതിന് ഷെരീബ എന്ന് പറയാം. അപ്പൊ അവൻ എന്ന് പറഞ്ഞാൽ ആണല്ലേ, അപ്പൊ ഷെരീബ. ചായക്ക് ഷെരീബ ഷായ് ഡോ, ഷെരീബ ഷായ്. ചായക്ക് ചായ എന്ന് തന്നെ പറയാം ഡോ. ചായന്റെ അറബി ചായ എന്ന് തന്നെ, ഷായ് അറബി ഷെരീബ ഷായ. അടുത്തത് എന്താ മലയാളം കൊടുത്തത്? അവർ 2 പെൺകുട്ടികൾ മദ്രസയിലേക്ക് പോയി അല്ലേ. ഇതെങ്ങനെ നമുക്ക് അറബിയിലാക്കാം? അപ്പോൾ 2 പെൺകുട്ടികൾക്ക് എന്തെങ്കിലും എന്താ പറയാ? ബിന്താനി അല്ലേ. ബിന്താണ് ഒരു പെൺകുട്ടി, ബിന്താനി 2 പെൺകുട്ടികൾ. അപ്പൊ അൽ ബിന്താനി
പോയി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ദഹബ എന്നത് പെൺകുട്ടികളാവുന്ന സമയത്ത് ഒരു താവ് കൊടുത്താട്ട് അലിഫ് കൊടുത്താൽ ദഹബത്ത. അപ്പൊ അൽ ബിന്താനി ദഹബത്ത. അപ്പൊ 2 പെൺകുട്ടികൾ പോയി എന്നായി. എങ്ങോട്ട്? മദ്രസയിലേക്ക്. അപ്പൊ ഇലൽ മദ്രസത്തി. അപ്പൊ എങ്ങനെ പറയാ? അൽ ബിന്താനി ദഹബത്ത ഇലൽ മദ്രസത്തി. 2 പെൺകുട്ടികൾ മദ്രസയിലേക്ക് പോയി. ഓക്കെ. നമ്മളതിന്റെ കൂട്ടത്തിൽ മുലാരിയും കൂടി പറയുന്നുണ്ട്. മുലാരി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും വരാൻ പോകുന്നതും അറബിയിൽ രണ്ടിലും ഒരു പ്രയോഗമാണ്. ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ ഉള്ളതിന് വേറെ പ്രയോഗം, ഫ്യൂച്ചർ എന്ന് പറയും, ഭാവി കാലത്തിന് വേറെ പ്രയോഗം. അറബിയിൽ രണ്ടിലും, അതായത് മാലി ഒരു പ്രയോഗം, മുലാരി വേറെ പ്രയോഗം. മുലാരി എന്ന് പറഞ്ഞാൽ നിലവിലുള്ള കാലമാവാം അല്ലേ, വർത്തമാനകാലം എന്ന് പറയും, വർത്തമാനം അല്ലെ ഭാവി കാലം. രണ്ടിനും അറബിയിൽ നമുക്ക് സാഹചര്യത്തിന് മനസ്സിലാവും, പറയുന്ന സാഹചര്യം മനസ്സിലാവുന്നതാണ് അറബിയിലെ പ്രത്യേകത. അപ്പോൾ അതിന് അറബിയിൽ ഉണ്ടാക്കാൻ എന്താ ചെയ്യാന്നുള്ളത് ചെറിയ രൂപത്തിലൂടെ പറയുന്നു. വിശാലമായിട്ട് പറയില്ല, ചെറിയ രൂപത്തിൽ പറയാം. ഒരു യാ തൊട്ട് മുമ്പ് കൊടുത്താൽ പുരുഷനായ ഒരാളുണ്ടല്ലോ, നേരത്തെ ചെയ്ത് കഴിഞ്ഞ കാര്യം ഇപ്പൊ ചെയ്യുന്നു എന്ന് അർത്ഥം കിട്ടാൻ വേണ്ടി തൊട്ട് മുമ്പ് എന്ത് കൊടുത്താൽ മതി? ഒരു യാ കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ പുരുഷൻ്റെത് മാത്രം ഇപ്പൊ പറയുന്നത്, എല്ലാം കൂടി പറയണില്ല. നമ്മൾ മുമ്പ് ഇത് പഠിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇവിടെ ഉദാഹരണം തന്നിട്ടുണ്ടാകും, മുമ്പത്തെ ക്ലാസ്സുകളിൽ കഴിഞ്ഞിട്ടുണ്ടാവും. ഏതായാലും നമ്മൾ പുരുഷന്റെ മാത്രം ഇപ്പൊ നമുക്ക് പറയാം. അസമ എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു അല്ലേ. അപ്പൊ തീരുമാനിക്കും അല്ലെ തീരുമാനിക്കുന്നു എന്നൊക്കെ അർത്ഥം കിട്ടാൻ വേണ്ടി തൊട്ട് മുമ്പ് എന്ത് കൊടുക്കുക? ഒരു യാ കൊടുത്ത്, ഒരു യാണ് കൊടുത്താട്ട് യഅ്സിമു, അതിന്റെ ഫത്ഹൊക്കെ മാറ്റി സുക്കൂനാക്കണം. അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അസമ യഅ്സിമു, ഒരു യാ തൊട്ട് മുമ്പ് കൊടുക്കാന്നാണ് അതിന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. വസല അതിന്റെ പ്രയോഗം യഗ്സിലു എന്നാണ് കേട്ടോ. യഗ്സലു അല്ല യഗ്സിലു. ദഹബ യദ്ഹബു. ഇത് നിങ്ങൾക്ക് ഒറ്റയടിക്കാണ്ട് ഇങ്ങനെ മാറുന്നത് പറയാൻ കഴിയൂല. ഇത് പിന്നെ ഇങ്ങനെ പഠിച്ച് മനസ്സിലാവേണ്ടതാണ്. എങ്ങനെയാണ് യദ്ഹബു അങ്ങനെ തന്നെ വന്ന് വസലണ്ട് യഗ്സലു എന്തുകൊണ്ടായില്ല യഗ്സിലു ആയതെന്താ എന്നൊക്കെ ഡിക്ഷണറി ഒക്കെ നോക്കി പിന്നെ മനസ്സിലാകുന്ന സാധനമാണ് കേട്ടോ. അതൊന്നും ഇപ്പോൾ നിങ്ങൾ വിശാലമായി മനസ്സിലാക്കണം. നിങ്ങൾ എന്ത് മനസ്സിലാക്കിയാൽ മതി? ഈ 3 അക്ഷരമുള്ളതിന് തൊട്ട് മുമ്പ് ഒരു യാവ് കൊടുത്താൽ, എല്ലാത്തിന് തൊട്ട് മുമ്പ് ഒരു യാവ് കൊടുത്ത് ചില മാറ്റങ്ങൾ വരുന്ന സമയത്ത് എന്തായി മാറും? അത് മുലാരിയായി മാറും. ചെയ്യുന്നു എന്നുള്ളത് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യുമെന്നായി മാറും. ഇപ്പോൾ വസല എന്നുള്ളത് കെഴുകുന്നു എന്നായി മാറ്റാൻ യഗ്സിലു എന്നായി യാവ് കൊടുത്ത്. ദഹബ എന്നുള്ള പോയി എന്ന ദഹബ അല്ലേ. യദ്ഹബു പറഞ്ഞാൽ പോകും അല്ലെ പോകുന്നു. കനസാണ് അടിച്ചു വാരി എന്നാണ്, അടിച്ചു വാരുന്നു അല്ലെ അടിച്ചു വാരും. യക്കിനിസു. ഓക്കെ, യക്കിനിസു. ജാ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ്. ജാ ആന വന്നു. ദഹബന്റെ ഓപ്പോസിറ്റ് ആണ് ജാ, വന്നു. അപ്പൊ പിന്നെ ഇത് ചെറിയ വ്യത്യാസം ഉണ്ടാവും, അത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലാവില്ല കേട്ടോ. യജീഉ എന്നാണ്. ജാന്റെ മുതാരി യാവ് തൊട്ട് മുമ്പ് കൊടുത്താൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. അപ്പൊ യജീഉ എന്നാണ്. ജലസ എന്നുള്ളത് യജിലിസു എന്നാണ്. യാവ് തൊട്ട് മുമ്പ് കൊടുക്കുക, ഇവിടെ യജിലിസു എന്ന് പറഞ്ഞാൽ എന്തായി? ഇരിക്കും കേട്ടോ. ഇരിക്കും അല്ലെ ഇരിക്കുന്നു എന്നൊക്കെ ആവും. സ്വനഅ എന്ന് പറഞ്ഞാൽ ചെയ്തു അല്ലെ ഉണ്ടാക്കി. അപ്പൊ അത് മുതാരിയാക്കാൻ യസ്നഉ, ഉണ്ടാക്കും എന്നായി അർത്ഥം. ബദഅ തുടങ്ങി, തൊട്ടുമ്പ് യാ കൊടുത്താൽ യബ്ദഉ തുടങ്ങും. സ്വല്ല നിസ്കരിച്ചു എന്നാണ്. യാ കൊടുത്ത് യുസല്ലി എന്നാ പറയാം കേട്ടോ. യാ തൊട്ടുമ്പ് കൊടുക്കുന്നത് മനസ്സിലാക്കുക. ഹർക്കത്തൊക്കെ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. യസല്ലി എന്നല്ല യുസല്ലി എന്നായിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരും. യുസല്ലി യുസല്ലി എന്ന് യാവ് അവസാനം ഇങ്ങനെ കേട്ടോ. അപ്പം അങ്ങനെ അത്ര മനസ്സിലാക്കിയാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ സാഹചര്യം പോലെ പഠിച്ചു. ചിലപ്പോൾ മുമ്പ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉസ്താദ്മാർ അത് വിഷയമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു തരും ചെയ്യും. പിന്നെ നുലാഹിദുൽ ജംഅ വൽ മുഫ്രദ. നുലാഹിദുൽ ജംഅ വൽ മുഫ്രദ, ജംഉം മുഫ്രദും മനസ്സിലാക്കുക. ജംഅ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഉണ്ടാകുമ്പോൾ ജംഅ എന്ന് പറയും അല്ലേ. പ്ലൂരൽ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. കുറേ ആളുകളെ പ്രയോഗിക്കാൻ വേണ്ടി പറയുന്നതാണ് ജംഅ. മുഫ്രദാണ് ഏകവചനം, സിംഗുലർ എന്നൊക്കെ പറയാം. പ്ലൂരലാണെങ്കിൽ ബഹുവചനം ഉണ്ടോ. ഏതുപോലെ അയ്യാം, ഉദാഹരണം ഒന്നിനോടെ അയ്യാം എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ എന്നാണ്. കുറേ ദിവസങ്ങൾക്കാണ് അയ്യാം. അതിൻ്റെ ഒറ്റകൾ എന്താ പറയാ? ദിവസം അല്ലേ, യൗമു എന്നാ പറയാം കേട്ടോ. യൗമിന്റെ ജംഅ അയ്യാമു എന്നാണ്. അപ്പൊ യൗമു പറഞ്ഞാൽ ഒരു ദിവസമാണ്, അയ്യാമ് കുറേ ദിവസങ്ങളാണ്. ഉളുവ് എന്ന് പറഞ്ഞാൽ അംഗം, വീട്ടിലെ ഒരു അംഗം, ഒരു മെമ്പർ. അഅ്ളാ എന്ന് പറഞ്ഞാൽ അംഗങ്ങൾ, കുറേ ആൾക്കാരുണ്ടാവുമ്പോൾ അഅ്ളാ എന്ന് പറയും കേട്ടോ. അതിന് നമ്മൾ ജമ്മാക്കുമ്പോൾ അഅ്ളാ എന്ന് പറയും. അഹ് എന്ന് പറഞ്ഞാൽ സഹോദരൻ എന്നാണ്. ഒരാളാണെങ്കിൽ സഹോദരൻ.
കുറേ ആൾക്കാരുണ്ടെങ്കിലോ ഇഹ്വത്ത് കേട്ടോ, ഇഹ്വത്ത് സഹോദരന്മാർ. ഓക്കെ. ബൈത്ത് പറഞ്ഞാൽ വീട് എന്നാണ്. ഒരു വീടിനാണ് ബൈത്ത്. കുറേ വീടുകളുണ്ടെങ്കിൽ അതിന് പുയൂത്ത് വീടുകൾ. ആനിയത്ത് എന്ന് പറഞ്ഞാൽ പാത്രം. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചില്ലേ പാത്രം. അതിന് കുറേ പാത്രം ഉണ്ടെങ്കിൽ അവാനിൻ പാത്രങ്ങൾ. കുട്ടികൾ പാത്രം ക്ലീൻ ആക്കുന്നു വൃത്തിയാക്കുന്നു പറഞ്ഞല്ലോ, പാത്രങ്ങൾ. ഉർഫത്ത് എന്ന് പറഞ്ഞാൽ റൂം. കുറേ റൂം ഉണ്ടെങ്കിൽ അതിന് ഉറഫ് എന്ന് പറയും. ഉറഫ് കേട്ടോ, റൂമുകൾ. അപ്പോൾ ഓരോന്നിൻ്റെ ജമ്മും കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സാധനം തന്നെയാണ്. ആ പഠിച്ച സാധനം എന്ത് ചെയ്തു, നമുക്ക് അതിൻ്റെ ഏകവചനം എങ്ങനെ വരുന്നതെന്ന് മനസ്സിലാക്കി തന്നെ. അപ്പോൾ യൗമുൻ ജംഉ അയ്യാമ് ദിവസം ദിവസങ്ങൾ. ഉളുവ് ജംഉ അഅ്ളാഹ് അംഗം അംഗങ്ങൾ. അഹ് ജംഉ ഇഖ്വത്തി സഹോദരൻ സഹോദരന്മാർ. ബൈത്ത് ബൈത്ത് വീട് ബുയൂത്ത് വീടുകൾ. ആനിയത്ത് പാത്രം അവാനിൻ പാത്രങ്ങൾ. ഉർഫത്ത് റൂം ഉറഫ് റൂമുകൾ. ഒക്കെ കാണാൻ പഠിച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ മാദിയായ പ്രയോഗം ഖുർആനിൽ നിന്ന് വന്നത് നമുക്ക് അടിവരയും കൂടി ഇടണം കേട്ടോ. ഇഖ്റഉ ഖുർആൻ ഓതുക, അതിന്ന് മാദിയെ കണ്ടെത്തുക. നക്തശിഫു മിൻഹുൽ ഫീലൽ മാദിയ മാദി കണ്ടെത്തുക. വനഹുത്തു തഹ്തഹ തായ്ഭാഗത്ത് വരടുക. കൈഫ ഫഅല റബ്ബുക റബ്ബ് എങ്ങനെയാണ് പ്രവർത്തിച്ചത്. ഇപ്പൊ ഫഅല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു. അപ്പം പ്രവർത്തി മാദിയാണല്ലോ അല്ലേ. തബ്ബത്ത് പറഞ്ഞാൽ നശിച്ചു. അപ്പൊ യഥാ എന്ന് പറഞ്ഞാൽ കൈകൾ നശിച്ചു. അപ്പൊ കൈയൊക്കെ നമ്മൾ പെണ്ണായിട്ട് പ്രയോഗിക്കുന്ന സാധനം ആയതുകൊണ്ട് ഇവിടെ താവ് കൊടുത്തു കേട്ടോ. സുക്കൂനായ താവ് അതുകൊണ്ടാണ് കൊടുത്ത്. അവിടെ പെണ്ണില്ലല്ലോ എന്ന് പറയണ്ട. കാരണം യദ് രിജില് കാല് രിജില് എന്ന് പറയും. ഇതിനൊക്കെ നമ്മൾ സ്ത്രീലിംഗമായിട്ടാണ് പ്രയോഗിക്കുക. ചില സാധനങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും. അറബിയിൽ നമ്മൾ സ്ത്രീലിംഗമായി പ്രയോഗിക്കും. അപ്പോൾ അവിടെ തബ്ബത്ത് നശിച്ചു മാലിയാണ്. ലൗകാന ഫീഹിം ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ. ആലിഹത്തിൽ താഗുള്ളത് കൊണ്ട് പെണ്ണായിട്ട് പ്രയോഗിക്കും. താഗുള്ള എല്ലാ സാധനവും അറബിയിൽ പെണ്ണായിട്ട് പ്രയോഗിക്കാം. ഇതുപോലെ നമ്മൾ തോവിലത്ത് ടേബിള് അല്ലെ താഗുണ്ടല്ലോ, അതുകൊണ്ട് പെണ്ണായിട്ട് പ്രയോഗിക്കും. അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടാവും. അതേമാതിരി ആലിഹത്തിൽ താഗുള്ളത് കൊണ്ട് ലഫസദത നശിച്ചു അല്ലേ ലഫസദത. അപ്പം അള്ളാഹു ആലിഹത്തു രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് ആ രണ്ടെണ്ണത്തിൽ കൂടി നമ്മൾ എന്ത് ചെയ്തു, തസ്നിയാക്കുന്ന സമയത്ത് രണ്ടെണ്ണം പെണ്ണായിട്ട് ഇതാക്കുന്ന സമയത്ത് താവ് കൊടുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതാണ് കേട്ടോ. ഇതാ ജാ മാദിയാണ്. ഇന്നല്ലതിന് ആമനു കുറേ ആൾക്കാരുണ്ട്, വിശ്വസിച്ചു പ്രവർത്തിച്ചു. അപ്പോൾ ഒക്കെ മാദിയാണ്, അടിവരണം. കത്വഴന ഐതിയ കുന്ന മുറിച്ചു, സ്ത്രീകൾ അവരുടെ കൈകൾ മുറിച്ചു കേട്ടോ. കത്വഴന മുറിച്ചു. കുല്ല അവർ പറഞ്ഞു. അതൊക്കെ മാദിയുടെ ഉദാഹരണങ്ങളാണ്. ഓക്കെ. ഈ കരിമത്തുകളൊക്കെ ഇവിടെ പുസ്തകത്തിൽ പകർത്തുക. ദഹവൽ വാലിദ് ഇല സൂഖി വജാ ബിൽ അറുസി വൽ ഖദറവാത്തി തായ് ഭാഗത്ത് പകർത്തിയത്. ഓക്കെ. ക്ലാസ് നന്നായി ശ്രദ്ധിക്കണം. ഫിഖ് ഖുർആൻ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ്. നമ്മളുടെ ദിനേനയുള്ള പ്രയോഗങ്ങളിൽ വരേണ്ട മാദിയായ ഫീലും മുദാരിയായ ഫീലിനെ കുറിച്ചൊക്കെ ചെറിയ രൂപത്തിലാണ് പറഞ്ഞത്. നന്നായി ശ്രദ്ധിച്ച് പ്രയോഗിച്ച് ഉദാഹരണങ്ങൾ എഴുതി പഠിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല നമ്മുടെ വിജയികളുടെ ഉൾപ്പെടുത്തട്ടെ. അറബി ഭാഷ നന്നായി പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല